യേശുനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഓൺലൈനിലൂടെ കാണുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെയും കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. यीशु मसीह के नाम से हम आप सभी लोगों का स्वागत करते हैं. ഇന്ന് ദൂത് അന്യഭാഷകളുടെ മഹത്വത്തെക്കുറിച്ചും അവർണ്ണനീയമായ ദൈവശക്തിയെക്കുറിച്ചുമാണ്. അന്യഭാഷകളിൽ ദൈവം വെച്ചിരിക്കുന്ന അവർണ്ണനീയമായ അവിശ്വസനീയമായ ദൈവശക്തിയെക്കുറിച്ചാണ് ഇന്ന് ദൂത്. आज मेरा मैसेज जो है वो अन्य भाषा के बारे में है कि अन्य भाषा में परमेश्वर ने अपने महत्व को छुपा रखा है. आपके बोलने के द्वारा, आपके अंदर वो अन्य भाषा आने के द्वारा परमेश्वर की महिमा और परमेश्वर का सामर्थ्य किस तरह आप में से चलता है, यही है मेरा आज का मैसेज. The incredible power of speaking in tongues. अन्य भाषाओं में बोलने के अंदर परमेश्वर ने जो बहुत ही भयंकर जो है सामर्थ्य को छुपा रखा है. വ്യക്തിപരമായ പേഴ്സണൽ ടങ്സിന്റെ ആ നിലവാരത്തിൽ നിന്ന് പബ്ലിക് ടങ്സ് നാം സഭയായി ഒരുമിച്ച് വരുമ്പോൾ അന്യഭാഷകളെ സഭാതലത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓപ്പറേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. हम जब प्रार्थना करते हैं तो हमारे और परमेश्वर के बीच में बोले जाने वाला वो उस तरह का एक अन्य भाषा होता है जो कि हमारा प्रेयर लैंग्वेज होता है. लेकिन हम एक साथ जब आराधना में आते हैं तो उस जगह में बोले जाने वाला अन्य भाषा भी होता है. ആരോ നമ്മുടെ മധ്യത്തിൽ വിഷമിച്ചും നിരാശപ്പെട്ടും ഭാരത്തോടും ആയിരിക്കുന്നു. ഓൺലൈനിൽ കൂടെ കാണുന്ന പ്രിയപ്പെട്ടവരെ, യശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. അവൻ ക്ഷീണിച്ചിരിക്കുന്നവർക്ക്, ആര്? ദൈവം ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്നു. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ആ കരം ഉയർത്തി പറയാം, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. थके हुए को बल देता है और शक्तिहीन को बहुत सामर्थ्य देता है. നമ്മുടെ ദൈവം ആരാണ്? हमारा परमेश्वर कौन നമ്മുടെ है? നല്ലവനായ പിതാവ് ആരാണ്? हमारा पिता परमेश्वर कौन है? ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നവനാണ്. वो जो थके हुओं को बल देने वाला है हमारा परमेश्वर. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നവനാണ്. ऐसे लोग जिनमें शक्ति नहीं है उनको बलवंत बनाने वाला परमेश्वर. ഇതാരോടൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ബലഹീനമായി ശക്തിയില്ലാതെ വിഷമിച്ചിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ബലമില്ലാത്തവന് ഞാൻ ബലം വർദ്ധിപ്പിച്ചു തരും. ശക്തിയില്ലാത്ത നിനക്ക് എന്റെ ശക്തിയെ ഞാൻ പകർന്നു തരും. परमेश्वर ऐसे कुछ थके हुए लोगों को और शक्तिहीन लोगों को देखकर बोलता है कि मैं तुम्हें बल देना चाहता हूं और मैं तुम्हें बहुत सामर्थ्य देना चाहता हूं. 30-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. യൗവനക്കാരും ഇടറി വീഴും. യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി എന്ന് പറയാം. ശക്തിയെ പുതുക്കും. ശക്തിയെ പുതുക്കും. ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ആമേൻ. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ആമേൻ. तरुण जो थकते और श्रमित हो जाते हैं और जवान ठोकर खाकर गिरते हैं, परंतु जो यहोवा की बाट जोहते हैं वे नया बल प्राप्त करते जाएंगे. वे उकाबों के समान उड़ेंगे, वे दौड़ेंगे और श्रमित ना होंगे, चलेंगे और थकित ना होंगे. ഇതാരോടൊക്കെയോ ദൈവം ഹല്ലേലൂയ ഇടപെടുന്നു. ഹല്ലേലൂയ. ബലഹീനനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തളർന്നിരിക്കുന്ന അവസ്ഥയിൽ ദൈവം തന്നെ ബലത്തെ പകരുകയാണ്. നീ ഒരു കഴുകനെ പോലെ പറന്നു വീഴുവാൻ നീ ഒന്ന് റെഡിയാണോ? റെഡിയാണോ? ഹല്ലേലൂയ. ഓ आमेन. जो थके हुए हैं, जो शक्तिहीन हैं, ऐसे लोगों को देखकर परमेश्वर कहता है कि तुम मेरे लोग हो, मेरे बेटे बेटियां हो. मैं तुम्हें बलवंत बनाना चाहता हूं. मैं तुम में सामर्थ को उड़ेलना चाहता हूं. क्या तुम उकाबों की तरह उड़ने के लिए तैयार हो? നാം അങ്ങനെയല്ലേ പറയുന്നത്, അയ്യോ എനിക്ക് ബലമില്ല, എനിക്ക് ശക്തിയില്ല. ഇന്ന് പകൽക്കാലം ദൈവം ബലം പകരുകയാണ് നിനക്ക്. ദൈവം ശക്തി പകരുകയാണ്. നീ ദൈവത്തിൽ ഒന്ന് പ്രതീക്ഷിച്ചാൽ, പ്രത്യാശിച്ചാൽ, നീ ഒന്ന് ആശ്രയിച്ചാൽ, ദൈവം പറയാ യഹോവയെ ആശ്രയിക്കുന്നവർ. കാരൊക്കെ ഒന്ന് ഒരു പ്രൊഫറ്റിക് ആക്കിയത്. ആമേൻ. ഹല്ലേലൂയ. നാം കഴുകന്മാരെ പോലെ പറന്നു വീഴുകയാണ്. उकाबों की नाई परमेश्वर आपको उड़ाना चाहते हैं. आप में से कई लोग हैं जो बोलते हैं मैं थका हुआ हूं, मुझ में शक्ति नहीं है, मैं नीचे गिर रहा हूं. लेकिन आज पवित्र आत्मा आपको कहती है कि पिता परमेश्वर थके हुए लोगों को बल देता है. ഒരു പ്രതിസന്ധിക്ക് നിന്നെ പിടിച്ചു നിർത്തുവാൻ കഴിയുകയില്ല. आपको कोई भी रोक नहीं सकता. നമുക്കൊന്ന് അംഗീകരിക്കാം. ഹല്ലേലൂയ. ഞാൻ ഒരു കഴുകനെ പോലെ പറക്കും.
मैं उकाब की तरह उड़ूंगा। ബാക്കിയുള്ള നമുക്കറിയാം പക്ഷികളെല്ലാം പ്രതികൂലം വരുമ്പോൾ അല്ലേ വലിയ കൊടുങ്കാറ്റുകൾ വരുമ്പോൾ അത് ഓടി ഭയപ്പെട്ട് ഒളിക്കും. പക്ഷേ ഒരു കഴുകന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിറകുകൾ അങ്ങ് വിരിക്കും. आमेन आमेन आमेन। Oh, hallelujah. हर किसी और पक्षी के बारे में हम ये जानते हैं कि जब खतरा आता है, उसके सामने रुकावट आ जाती है तो वो रुक जाता है, वो खड़ा हो जाता है, वो उड़ नहीं पाता है, गिर जाता है। लेकिन उकाब एक ऐसी पक्षी है जिसके सामने अगर कोई रुकावट आ जाए तो वो और ऊंचाई पर उड़ने लगता है। हालेलुया। ഇന്ന് ദൈവം നമ്മുടെ അവസ്ഥകളെ മാറ്റുകയാണ്. आज परमेश्वर तुम्हारी परिस्थितियों को अच्छा बना रहा है। ബലമില്ലാത്ത നിന്റെ മേൽ ബലം പകരുകയാണ്. तुम ऐसे लोग जो थके हुए हो, तुम्हारे ऊपर परमेश्वर अपने बल को भेजता। ശക്തിയില്ലാത്ത നിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി പകർന്നു तुम जो शक्तिहीन हो, तुम्हारे ऊपर परमेश्वर अपने सामर्थ्य को भेजता। നിന്നെ ഇടുങ്ങിയിരിക്കുന്ന അവസ്ഥകളെ ദൈവം വിശാലമാക്കുകയാണ്. तुम जो कमजोर हो और तुम सीमित हो, परमेश्वर तुम्हें बढ़ोतरी നീ देना चाहता है। അസാധ്യമെന്ന് ആരോടോ ഞാൻ ഓൺലൈനിൽ സംസാരിക്കുന്ന അസാധ്യമെന്ന് നീ ചിന്തിക്കുന്ന ആ വിഷയത്തിൽ ദൈവത്തിന്റെ ആ ഭുജബലം വെളിപ്പെടുകയാണ്. ऑनलाइन में से हमें देखने वाले भाइयों बहनों से भी हम कहते हैं, तुम जिस जगह पर सोचते हो कि मैं गिर रहा हूं, वहां परमेश्वर तुम्हें खड़ा करेगा। അന്യഭാഷകളിൽ ദൈവം വെച്ചിരിക്കുന്ന അവിശ്വസനീയമായ അവർണ്ണനീയമായ മഹത്വകരമായ ദൈവത്തിന്റെ ശക്തിയും നന്മയെക്കുറിച്ചാണ് ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് നൽകുന്നത്. आज अन्य भाषा के बारे में मैं आपसे बातचीत करना चाहता हूं कि वो एक ऐसा गिफ्ट है जो परमेश्वर हमको देते हैं, पवित्र आत्मा हमें देती है, और उसके अंदर में कितना अद्भुत सामर्थ्य छुपा हुआ है। പിതാവാം ദൈവം മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ്? തന്റെ പുത്രനായ യേശുവിനെ ദൈവം गिफ्टाई നൽകി. मनुष्य को सबसे बड़ा तोहफा क्या दिया पिता परमेश्वर ने? अपने पुत्र यीशु मसीह को हमारे लिए दे दिया। യോഹന്നാൻ സുവിശേഷം 3:16 പറയുന്നു, പിതാവ് ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട്, for God so loved the world that he gave his only begotten son. यूहन्ना 3:16 कहता है, क्योंकि परमेश्वर ने जगत से ऐसा प्रेम रखा कि उसने अपना इकलौता पुत्र दे दिया, ताकि जो कोई उस पर विश्वास करे वह नष्ट ना हो परंतु अनंत जीवन पाए। So the father's gift, പിതാവാം ദൈവത്തിന്റെ ആ വലിയ ഗിഫ്റ്റ് ദൈവം മനുഷ്യർക്ക് അത് തന്റെ പുത്രനാണ്. ഒത്തിരി കാര്യങ്ങൾ ദൈവം ഗിഫ്റ്റ് ആയി തരുമെങ്കിലും ദൈവത്തിന്റെ പിതാവാം ദൈവത്തിന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ്? അത് തന്റെ പുത്രനായ യേശു. सबसे बड़ा वो तोहफा क्या है जो पिता परमेश्वर ने हमें दिया? अपने पुत्र, इकलौते पुत्र मसीह को हमें दे दिया। പുത്രനായ യേശുവിന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ് മനുഷ്യർക്ക്? और यीशु मसीह ने हमको सबसे बड़ा गिफ्ट क्या दिया? അതേ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി രക്ഷണീയ പ്രവൃത്തിയെ നിവർത്തിച്ചെടുത്തു, നമുക്ക് പാപമോചനം നൽകി, നമുക്ക് നിത്യജീവൻ നൽകി. പക്ഷെ യേശു ക്രിസ്തുവിന്റെ, കർത്താവായ യേശുവിന്റെ മനുഷ്യരോടുള്ള ബന്ധത്തിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ്? യോഹന്നാൻ സുവിശേഷം 4 അതിന്റെ 16-17 വാക്യത്തിൽ പറയുന്നത് പോലെ, ഞാൻ പിതാവിനോട് ചോദിക്കും, എന്നെ പോലെ മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയക്കും. यीशु मसीह क्रूस पर वो हमारे लिए मरे और हमारे सारे पापों को, रोगों को, श्रापों को अपने ऊपर ले लिया। इतना अद्भुत ये जो ये सैल्वेशन जो है परमेश्वर ने, यीशु मसीह ने हमें दिया, उद्धार यीशु मसीह ने हमें दिया। लेकिन अगर सोचा जाए कि वो क्या चीज है जो यीशु मसीह ने सबसे बढ़िया तोहफा हमें दिया, वो खुद पवित्र आत्मा है। The son's greatest gift to mankind is a person, the Holy Spirit. यीशु मसीह ने वो क्या सबसे बढ़िया तोहफा मनुष्यों को दिया? वो एक व्यक्ति है, खुद पवित्र आत्मा। यूहन्ना 14:16, मैं पिता से विनती करूंगा और वह तुम्हें एक और सहायक देगा कि वह सर्वदा तुम्हारे साथ रहे, अर्थात सत्य
सत्य का आत्मा, जिसे संसार ग्रहण नहीं कर सकता क्योंकि वह ना उसे देखता है और ना उसे जानता है। तुम उसे जानते हो क्योंकि वह तुम्हारे साथ रहता है और वह तुम में होगा। പുത്രനായ യേശുവിന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ്? പരിശുദ്ധാത്മാവ്, സത്യത്തിന്റെ ആത്മാവ്. അത് നിങ്ങളുടെ കൂടെയും നിങ്ങളുടെ ഉള്ളിലും വസിക്കുന്ന പരിശുദ്ധാത്മാവ്. കരങ്ങൾ ഉയർത്തി हालेलुया। हम अपने हाथों को उठाकर बोलेंगे कि पुत्र यीशु मसीह ने जो सबसे बड़ा तोहफा मनुष्य को दिया, वो खुद पवित्र आत्मा को हमें दे दिया। 2000 വർഷങ്ങൾക്ക് മുമ്പേ പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവിനെ അളവില്ലാത്ത നിലവാരത്തിൽ ദൈവം ഹല്ലേലൂയ തന്റെ ജനത്തിന്മേൽ ഭൂമിയുടെ മേൽ പകരുവാൻ ആ പകർച്ചകൾക്ക് ഒരു ആരംഭം കുറിച്ചു। 2000 सालों के पहले हम पढ़ते हैं प्रेरितों के पुस्तक 2 अध्याय में कि किस तरह से कलीसिया के ऊपर पवित्र आत्मा को उड़ेल दिया गया। പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ്? മനുഷ്യർക്ക് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നൽകുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ്? और पवित्र आत्मा कौन सा बड़ा तोहफा, सबसे बड़ा तोहफा वो क्या है जो मनुष्यों को प्रदान करती है? ഒരു ഭാഷയാണ്। ആമേൻ. वो एक भाषा है। The greatest gift of the Holy Spirit to mankind is a language called speaking in tongues, the unknown tongues. पवित्र आत्मा का सबसे बड़ा तोहफा अपने लोगों के लिए क्या है? वो एक भाषा है, अन्य भाषा जो एक वरदान के रूप में आपके ऊपर आती है। So the Father's gift is His Son, the Son's gift is the Holy Spirit, and the Holy Spirit's precious gift is the unknown tongue. पिता अपने इकलौते पुत्र को हमें अपना सबसे बड़ा गिफ्ट करके हमें दिया। यीशु मसीह ने पवित्र आत्मा को दिया और पवित्र आत्मा हमें अन्य भाषाओं को प्रदान करती है। അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങളിൽ നാം വായിക്കുന്ന പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവ് ആളത്വമായി ആ 120 പേരുടെ മേൽ വന്ന് പതിയുവാൻ ഇരുന്നു। प्रेरितों का पुस्तक 2 अध्याय उसके 3 वचन में हम पढ़ते हैं, और उन्हें आग की सी जीभें फटती हुई दिखाई दी और उनमें से हर एक पर आ ठहरी। वे सब पवित्र आत्मा से भर गए और जिस प्रकार आत्मा ने उन्हें बोलने की सामर्थ्य दी, वे अन्य अन्य भाषा बोलने लगे। പെന്തക്കോസ്തും ആദ്യമായി പരിശുദ്ധാത്മാവ് ജനത്തിന്മേൽ ഇറങ്ങുകയാണ്. അവരെല്ലാം 120 പേരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അവർ അന്യ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി। हालेलुया। पवित्र आत्मा उन 120 लोगों के ऊपर जो ऊपर के कमरे में एक साथ मिलकर प्रार्थना कर रहे थे, जब पवित्र आत्मा उनके ऊपर उड़ेला गया तो सबसे पहला चिन्ह जो वहां पर प्रकट हुआ वो ये था कि वो अन्य भाषाओं में बात करने लगे। അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 44 തൊട്ട് 46 വരെ വായിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ കൊർന്നേലിയസിന്റെ ഭവനത്തിൽ ആദ്യമായി 8 വർഷങ്ങൾ കഴിഞ്ഞ് ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് വന്ന കൊർന്നേലിയസിന്റെ ഭവനത്തിൽ സ്തോത്രം രക്ഷയുടെ സുവിശേഷം സംസാരിക്കുകയാണ്. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു। पत्रस ये बातें कह ही रहा था कि पवित्र आत्मा वचन के सब सुनने वालों पर उतर आया और जितने खतना किए हुए विश्वासी पत्रस के साथ आए थे वे सब चकित हुए कि अन्य जातियों पर भी पवित्र आत्मा का दान उंडेला गया है। പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുകയാണ്, സുവിശേഷം പ്രസംഗിക്കുകയാണ്, രക്ഷയുടെ ജീവന്റെ വചനം പ്രസംഗിക്കുകയാണ്. അതിന്റെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് ഒരു ഗ്രാൻഡ് എൻട്രി മേക്കുകയാണ്. അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു. ജനം അന്യഭാഷകളിൽ സംസാരിക്കുന്നു. അപ്പോസ്തലന്മാർക്കും കൂട്ടർക്കും യെരുശലേമിൽ നിന്ന് വന്നവർക്ക് അവർക്ക് സ്തോത്രം അതൊരു അടയാളമായിരുന്നു. അവർക്ക് ബോധ്യമായി
ജാതികളുടെ മേലും പരിശുദ്ധാത്മാവ് പകരപ്പെട്ടു. आमेन। हालेलुया। पत्रस प्रेरित वहां पर वचन बोल रहे हैं, उद्धार के वचन को इन जाति लोगों के बीच में बोल रहे हैं, और बोलते बोलते उसी के बीच में पवित्र आत्मा बिल्कुल एंट्री मार करके आ गई और अन्य भाषा इन जातियों के ऊपर भी आ गया, ताकि जो भी यहूदी पत्रस के साथ आए थे वो सब चकित हो गए कि अरे इन्होंने भी पवित्र आत्मा के वरदान को प्राप्त कर लिया। അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, പൗലോസ് അപ്പോസ്തലൻ എഫേസ്യസിലേക്ക് പോകുകയാണ്. അവിടെ ചില ശിഷ്യന്മാരെ കാണുന്നു. അവരോട് ചോദിക്കുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിക്കുന്നു. അവരുടെ അനുഭവം, ഇല്ല, ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടില്ല. प्रेरितों का पुस्तक 19वां अध्याय उसका 5-6 कहता है, यह सुनकर उन्होंने प्रभु यीशु के नाम में बपतिस्मा लिया। जब पौलुस ने उन पर हाथ रखे तो पवित्र आत्मा उन पर उतरा और वे भिन्न भिन्न भाषा बोलने और भविष्यवाणी करने लगे। ये सब लगभग 12 पुरुष थे. ഇത് കേട്ടാരെ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ഇവരുടെ മേൽ കൈവയ്ക്കുന്നു, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നു. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്യുവാൻ ഇടയായി. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം, 10-ാം അധ്യായം, 19-ാം അധ്യായം അനേക ഭാഗങ്ങളിൽ നാം കാണുന്ന, വീണ്ടും വീണ്ടും കാണുന്ന ഒരു തിരുവചന സത്യവും അനുഭവമാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും സ്നാനവും ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ അവർ അന്യഭാഷകൾ, വ്യത്യസ്തമായ അനുഭവങ്ങളും വ്യത്യസ്തമായ അടയാളങ്ങളും ഒക്കെ സംഭവിച്ചാലും ഒരു അടയാളം അത് വീണ്ടും 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 ആവർത്തിച്ച് കാണുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ, ഒരു കൂട്ടത്തിന്റെ മേൽ വരുമ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നു. हालेलुया। प्रेरितों के पुस्तक 2 अध्याय, 10वें अध्याय, 19वें अध्याय, हर एक जगह पर हम ये देखते हैं कि जब पवित्र आत्मा का बपतिस्मा किसी के ऊपर होता है, पवित्र आत्मा उतरती है, तो हर एक जगह पर चिन्ह साथ में जो दिया गया वो अन्य भाषाओं का चिन्ह था. उसके साथ और चंगाई चमत्कार हुआ हो ना हुआ हो, अलग अलग तरह से हुआ हो, पर हर जगह अन्य भाषा का वरदान इस बपतिस्मा के साथ जरूर मिला. അപ്പോൾ ഒരു വ്യക്തി അഭിഷേകം പ്രാപിച്ചു, ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ഒരു വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് എങ്ങനെ അറിയുവാൻ കഴിയും? ആ വ്യക്തി അന്യഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചു. അതൊരു ആരംഭമാണ്. ഒരു നദി പോലെ, സമുദ്രം പോലെ ആഴമാണ് അഭിഷേകത്തിന്റെ, പരിശുദ്ധാത്മാവിന്റെ ആ സ്നാനത്തിന്റെ ഒരു ആഴം. പക്ഷേ ഒരു ആരംഭം ദൈവം ആ വ്യക്തിയിൽ കുറിച്ചു. आमेन। पवित्र आत्मा का बपतिस्मा किसी व्यक्ति को मिला कि नहीं मिला, उसने पाया कि नहीं पाया, ये हम कैसे समझते हैं? जब वो ये पता चलता है कि वो अन्य भाषा का वरदान उसको मिला कि नहीं, क्या वो अन्य भाषाओं में प्रार्थना कर सकता है कि नहीं. അന്യഭാഷകൾ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. पवित्र आत्मा का सबसे बड़ा तोहफा है अन्य भाषा. It is priceless and precious, and we must treasure this great gift of speaking in tongues. We must not neglect it. ये बहुत ही बहुमूल्य, बहुत ही सामर्थ्य से भरा पवित्र आत्मा का वो वरदान है, वो तोहफा है जिसे हमें कभी तुच्छ नहीं समझना चाहिए. വളരെ ബഹുമൂല്യമായ, വളരെ വിലയേറിയ ആയി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുവാൻ കഴിയുന്ന ഏറ്റവും വലിയ നിധിയാണ് അന്യഭാഷയുടെ ആ ദാനം. It's the gift of the Holy Spirit. उसे कभी छोटा ना समझें, तुच्छ ना समझें, क्योंकि ये पवित्र आत्मा की ओर से आपको एक तोहफा, एक वरदान के रूप में दिया गया है, और उसमें बहुत उद्देश्य छुपा हुआ है. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം സുപരിതമായ വാക്യമാണ്. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്, നിങ്ങൾ പിതാവിന്റെ വാഗ്ദത്തത്തിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. प्रेरितों के पुस्तक 1 अध्याय उसके 8वें वचन में हम पढ़ते हैं, यीशु ने अपने चेलों से कहा, परंतु जब पवित्र आत्मा तुम पर आएगा तब तुम सामर्थ्य पाओगे. छोड़कर मत जाना, इस जगह को छोड़कर मत जाना. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും.
Hallelujah. യെരൂശലേമിലും യഹൂദയിലും സമാരിയയിലും ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളായി തീരും. परंतु जब पवित्र आत्मा तुम पर आएगा तब तुम सामर्थ्य पाओगे और यरूशलेम और सारे यहूदिया और सामरिया में और पृथ्वी की छोर तक मेरे गवाह होगे. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ യേശു പറയുക നിങ്ങൾക്ക് ശക്തി ലഭിക്കും. जब पवित्र आत्मा तुम्हारे ऊपर आएगा तो तुम सामर्थ्य पाओगे. നിങ്ങൾ എന്റെ സാക്ഷികളായി, എന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷികളായി തീരും. तुम मेरे गवाह बन जाओगे, यीशु मसीह के जी उठने के गवाह बन जाओगे. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 10-ാം അധ്യായം 19-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ശക്തി എങ്ങനെ വന്നു? അന്യഭാഷയുടെ ദാനത്തിൽ ദൈവം ആ ശക്തിയെ ഒളിപ്പിച്ചു വെച്ച് ആ ദാനമായ ഭാഷയെ അവർക്ക് നൽകി. प्रेरितों के पुस्तक इन सभी अध्यायों में जहां हमने उदाहरण देखा कि किस तरह से चेलों के ऊपर पवित्र आत्मा उतर कर आई और उसके साथ चिन्ह के रूप में अन्य भाषाओं का वरदान भी उन्हें मिला, तो ये समझिए कि पवित्र आत्मा को पाने से सामर्थ्य मिलता है. अगर ऐसा कहा गया तो इन अन्य भाषाओं में परमेश्वर ने उस अद्भुत सामर्थ्य को छुपा कर रखा है. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ ഒന്ന് തുറക്കട്ടെ. പലപ്പോഴും നാം ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ അറിയാത്തത് കൊണ്ടും അന്യഭാഷയിൽ ദൈവം അടക്കി വെച്ചിരിക്കുന്ന അവർണ്ണനീയമായ അവിശ്വസനീയമായ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള ഒരു വെളിപ്പാടും അറിവും ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും അന്യഭാഷകളെ നാം വളരെ തുച്ഛീകരിക്കുകയോ അതിനെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയാത്ത നിലവാരത്തിൽ നാം ആയി പോകുന്നു. कई बार क्योंकि हमको ये जो है प्रकाशन हमारे अंदर नहीं रहता है, हमें वचन से ये बात समझ में नहीं आता है कि परमेश्वर किस चीज को कहां, क्यों, किस लिए, कैसे परमेश्वर ने नियुक्त किया है. इसीलिए हम परमेश्वर के सबसे अद्भुत और बहुमूल्य बातों को तुच्छ समझते हैं, उसको छोटा बना देते हैं और उस पर हम ध्यान नहीं देते हैं. It is the glory of God to hide a thing, and it is the glory of kings to unravel that thing. ये परमेश्वर की महिमा है कि वो बातों को छुपाते हैं, पर ये राजाओं की महिमा है कि वो उसको ढूंढ निकालते हैं. ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ മഹത്വത്തെ ഒളിപ്പിച്ചു വെക്കും. എന്നിട്ട് ദൈവം ആഗ്രഹിക്കും ആരാണ് ഹല്ലേലൂയ തന്റെ മഹത്വത്തെ ആരാഞ്ഞ് അന്വേഷിച്ച് അതിനെ ഒന്ന് തുറന്ന് കണ്ടുപിടിക്കുവാൻ കഴിയുന്ന. परमेश्वर अपनी महिमा को, अपने राज्य की बातों को छिपाते हैं, उसको एक मिस्ट्री के समान अपने वचन के अंदर छुपा कर रखते हैं. पर ये तो राजाओं की बात है और राजाओं की महिमा है कि वो उसको ढूंढ निकाले. അന്യഭാഷകൾ ഒരു മർമ്മമാണ്. It's a mystery in the kingdom of God and God is opening. ഈ ആത്മമഴയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറന്ന് അന്യഭാഷയിൽ വ്യക്തിപരമായ പേഴ്സണൽ പ്രൈവറ്റ് ടങ്ങുകൾ മാത്രമല്ല പബ്ലിക് മിനിസ്ട്രിയിൽ പബ്ലിക് ചർച്ച് അസംബ്ലിയിൽ അന്യഭാഷകളുടെ ഒരു മഹത്വത്തെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. परमेश्वर इन दिनों में और ज्यादा इस मर्म की ओर हमारे ध्यान को ले जाना चाहते हैं कि हमारे और परमेश्वर के बीच में जो प्रेयर लैंग्वेज है केवल वो ही नहीं, विभिन्न तरह की भाषाएं जब हम एक साथ मिलकर आते हैं तो उस समय जो अन्य भाषाएं प्रकट होती हैं उन सारी बातों को पवित्र आत्मा फिर से लाइट में लेकर के आना चाहती है. ദൈവം നമുക്ക് ഈ അന്യഭാഷകൾ തരുമ്പോൾ ഈ അന്യഭാഷകളിൽ നാം സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കുന്നത്? क्या होता है हमारी जिंदगी में जब हम अन्य भाषाओं को बार बार बोलते हैं? एक ही ऐसा लगता है कि एक ही चीज को हम बोलते जा रहे हैं जिसका कोई अर्थ नहीं, पर क्या होता है हमारी जिंदगी में? ഹല്ലേലൂയ. അതൊന്ന് തിരിച്ചറിഞ്ഞാൽ സഭയുടെ ആ കോണ്ടെക്സ്റ്റിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന വിവിധതരം അന്യഭാഷകളും അതിന്റെ വ്യാഖ്യാനവും ആ തലങ്ങളെക്കുറിച്ചുള്ള ഒരു വെളിപ്പാടും ഒരു അറിവും ദൈവം പ്രദാനം ചെയ്യും. अगर हम इसको समझें, अगर हम इन चीज़ों पर ध्यान दें तो पवित्र आत्मा कुछ और गहराई में हमको ले जाएगी, क्योंकि वो हमारे बीच में कुछ कर रहे हैं, हमारे बीच में कुछ करना चाहते हैं, हमसे वो कुछ बातचीत कर रहे हैं, कुछ तो हमको सिग्नल दे रहे हैं. ऐसा भी हो सकता है कि किसी और राज्य के भाषाओं को आप बोल रहे हो. നാം അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ ആദ്യത്തെ ഒരു വലിയ നന്മ എന്താണ്, വലിയൊരു ബ്ലെസ്സിങ്ങും ബെനിഫിറ്റ് എന്താണ്? നാം അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ നമുക്കത്
അതൊരു ഉത്ബോധമാണ്. ഞാൻ പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്നും പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ വസിക്കുന്നുവെന്നും എന്റെ മേൽ ഒരു അഭിഷേകം വ്യാപരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യമാണ്. ഇറ്റ്സ് എ കോൺഷ്യസ്നെസ് ഓഫ് ഗോഡ്സ് anointing and the spirit of God upon me. ये सबसे पहली बात तो यह है कि जब हम अन्य भाषा में बात करते हैं तो पवित्र आत्मा की जो संगति है, जो उपस्थिति है, हमारे ऊपर जो अभिषेक है, उस ओर हमारा ध्यान चला जाता है. നമുക്ക് സ്തോത്രം അഭിഷേകമുണ്ടോ പരിശുദ്ധാത്മാവുണ്ടോ എന്നൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ലെങ്കിലും നാം അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. ലൂക്കോസ് സുവിശേഷം 4:18 യേശു പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ ആവസിക്കുന്നു, ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. कई बातें हैं. पहली बात मैं बता रहा हूं कि जब आप अन्य भाषा में बात करते हैं तो वो भाषा आपको समझ में नहीं आती है कि आप क्या बोल रहे हैं, लेकिन आपके अंदर में पवित्र आत्मा की उपस्थिति और अभिषेक का जो ध्यान है, जो बोध्य है, वो बिल्कुल बढ़ने लगता है. എനിക്ക് അഭിഷേകമുണ്ടോ പരിശുദ്ധാത്മാവുണ്ടോ ഒന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ, ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് പിശാച് നിങ്ങളുടെ മനസ്സിൽ സംശയം കൊണ്ടുവരുമ്പോൾ, നിങ്ങളുടെ മനസ്സിൽ ആ സംശയങ്ങൾ ഉയരുമ്പോൾ നിങ്ങൾ അന്യഭാഷകൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ഉറപ്പാണ്. It's God's guarantee and evidence that God has anointed. ഈ അഭിഷേകത്തിന് ഒരു ആഴമുണ്ട്. പക്ഷേ നിന്റെ മേൽ ദൈവം തന്റെ അഭിഷേകത്തെ പകർന്നിരിക്കുന്നു, തന്റെ ആത്മാവിനെ പകർന്നിരിക്കുന്നു. ആ തീ നിന്റെ മേൽ വന്നിരിക്കുന്നു. അത് നിന്നോട് വിളിച്ചു പറയുക. It gives you an authorization, a consciousness that you're anointed and the Holy Spirit of God is there on you. इस अभिषेक के अंदर में एक गहराई है, जरूर एक गहराई है, लेकिन कुछ शब्द ही क्यों ना आपको मिला हो, जब आप उसको बोलते हैं, बार बार आप उसको बोलते हैं, तो ये निश्चित रूप से आप समझ लीजिए कि पवित्र आत्मा का अभिषेक आपके ऊपर आ चुका है. पवित्र आत्मा का अभिषेक आपने उसको छू लिया है, वो आपके अंदर में शुरू हो चुका है. Hallelujah. हालेलुया. 1 കൊരിന്ത്യർ 14 അധ്യായം അതിന്റെ 2-3-4 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയിൽ ഉണ്ടായിരുന്ന ഒരു ആശയക്കുഴപ്പത്തെ അതിനെ ദൂരീകരിക്കുകയാണ്. അവിടെ ഒരു വ്യക്തത കൊണ്ടുവരികയാണ്. पहले कुरिन्थियों 14वें अध्याय में हम देखते हैं कि कुरिन्थ की कलीसिया, वहां पर कई तरह के प्रॉब्लम थे, कई गड़बड़ चल रहा था उनके बीच में, तो उसको सुधारने के लिए वो कुछ शिक्षा दे रहे हैं. പരിശുദ്ധാത്മാവിന്റെ കൃപകളും കൃപാവരങ്ങളും നിറഞ്ഞ കവിയുന്ന ഒരു സഭയായിരുന്നു കൊരിന്ത്യ സഭ. ये कुरिन्थ की कलीसिया ऐसी थी जहां वरदानों की कोई कमी नहीं थी. അവിടെ പ്രത്യേകിച്ച് അന്യഭാഷകളുടെ കൃപാദാനങ്ങളുടെ ഒരു വലിയ ഓപ്പറേഷനുകൾ നടക്കുകയായിരുന്നു. പക്ഷെ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർക്കൊരു മനസ്സിലാക്കൽ, അവർക്കൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലായിരുന്നു. उन लोगों ने पवित्र आत्मा को पा लिया और अन्य भाषाओं में बहुत बोलते थे वो लोग, लेकिन इसके बावजूद उनको ये नहीं समझ में आ रही ये किस लिए दिया गया, कहाँ बोलना चाहिए, कैसे बोलना चाहिए, और कई तरह के जो है प्रॉब्लम उन लोगों के बीच में होते थे. വ്യക്തിപരമായിട്ടുള്ള അന്യഭാഷകളും സഭയുടെ ആ കോണ്ടെക്സ്റ്റിലുള്ള അന്യഭാഷകളെ കുറിച്ചുള്ള വ്യക്തത ഇല്ലാത്തതുകൊണ്ട് അവിടെ വലിയ കൺഫ്യൂഷനുകൾ നടക്കുകയായിരുന്നു. उनके बीच में कई तरह के प्रॉब्लम थे. एक ये भी था कि जब वो मिलकर आते थे तो हर कोई अपने आप को बड़ा समझ के आगे आना चाहता था, तो इसीलिए अन्य भाषाओं की बात में भी वो झगड़ा करते थे. अकेले में बोलने वाला है कि एक साथ बोलने वाला है, कौन पहले बोलेगा, कौन दूसरी बार बोलेगा, इसको लेकर के वो झगड़ा और कंपटीशन करते थे. വലിയ മർമ്മങ്ങളാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവസഭയ്ക്ക് കൈമാറിയിരിക്കുന്നത്. पौलुस प्रेरित के द्वारा अन्य भाषाओं के बारे में बहुत गहरा संदेश पवित्र आत्मा ने कलीसिया को 1 दिया. കൊരിന്ത്യർ 14 അധ്യായത്തിന്റെ 2 വാക്യം നമുക്കൊന്ന് വായിക്കാം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. क्योंकि जो अन्य भाषा में बातें करता है वह मनुष्यों से नहीं परंतु परमेश्वर से बातें करता है, इसलिए कि उसकी बातें कोई नहीं समझता, क्योंकि वह भेद की बातें आत्मा में होकर बोलता है. അപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ എന്താ ചെയ്യുന്നത്? അവൻ മനുഷ്യരോടല്ല, അവൻ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുകയാണ്. आमेन, आमेन, आमेन. जो व्यक्ति अन्य भाषा में बात करता है वो परमेश्वर से बातें कर रहा है, നേരിട്ട് സംസാരിക്കുകയാണ്. वो सीधा परमेश्वर के लैंग्वेज में, उसका वो प्रेयर लैंग्वेज है जिसमें वो डायरेक्टली परमेश्वर से बात कर रहा है. തന്റെ മനസ്സിനപ്പുറമായി
പൈശാചിക മണ്ഡലങ്ങൾക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയും, തടസ്സപ്പെടുത്തുവാൻ കഴിയുന്നതിനപ്പുറമായി അന്യഭാഷകളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. നാം നേരിട്ട് ദൈവത്തോട് നേരിട്ട് നാം സംസാരിക്കുകയാണ്. അതൊരു സ്നേഹത്തിന്റെ ലാംഗ്വേജ് ആണ്. നമ്മുടെ വാക്കുകൾക്ക് ദൈവത്തോടുണ്ടായിരിക്കുന്ന സ്നേഹം, ആ കടപ്പാടൊക്കെ പറഞ്ഞ് സ്തോത്രം തീർക്കുവാൻ കഴിയാത്തപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ഭാഷ നൽകുകയാണ്. वो हमारे बुद्धि से बाहर है। जैसे मान लो हमारा ब्रेन स्विच ऑफ हो गया, हमको नहीं समझता है हम क्या बोल रहे हैं, लेकिन वो हमारी आत्मा से परमेश्वर जो कि आत्मा है, हम दोनों के बीच की एक बोली बन जाती है, जिसके द्वारा ऐसी भी बातें जो हो सकता है आपके समझ से बाहर है, आप उसको प्रकट नहीं कर पा रहे हैं, ऐसी बातें सीधा सीधा आपकी आत्मा से परमेश्वर के पास पहुंच जाती है. രണ്ട് സ്നേഹിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അവർക്ക് വാക്കുകൾ പോരാ, അവരെ പോരാത്ത രീതിയിൽ സംസാരിക്കും. അപ്പോൾ ദൈവത്തെ, ആത്മാവാകുന്ന ദൈവത്തോട് സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു ഭാഷ നൽകുകയാണ്. നമ്മുടെ ദൈവത്തോട് സംസാരിക്കാം, പിതാവാം ദൈവത്തോട്, യേശുവിനോട് നമ്മുടെ സ്നേഹത്തെ സംസാരിക്കുവാൻ, നമ്മുടെ ഹൃദയം സംസാരിക്കുവാൻ, നമ്മുടെ സ്നേഹം പകരുവാൻ, നമ്മുടെ പ്രണയം പകരുവാൻ ഒക്കെ ദൈവം നൽകിയിരിക്കുന്ന ഒരു അത്ഭുത ഭാഷയാണ്. It's an intimacy language. हालेलुया, हालेलुया. क्योंकि हमारा परमेश्वर वो ही स्पिरिट, वो आत्मा है, इसीलिए परमेश्वर हमें ऐसी भाषाओं को देता है जो हमारी बुद्धि से नहीं वरन हमारी आत्मा से उठती है. और ऐसे जैसे मान लीजिए दो प्रेमी हैं, वो जब आपस में बातें करते हैं तो कितना भी बात करने के बावजूद उनका बात खत्म नहीं होता है, उनको और भी बोलना रहता है. उनके शब्दों से ज्यादा वो अपने आप को आपस में प्रकट करने के चक्कर में रहते हैं. और उसी तरह से परमेश्वर और आपके बीच में एक प्रेम की बोली है जो अन्य भाषा के रूप में परमेश्वर ने आपको दिया. അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ആഴങ്ങളിലേക്ക് കയറുകയാണ്. ദൈവത്തെ അനുഭവിച്ചറിയുന്ന ആ ആത്മതലങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ്. ദൈവം പിന്നെ ഒരു സങ്കല്പമല്ല, ദൈവം ഒരു യാഥാർത്ഥ്യമായിരിക്കുന്ന നിത്യമായ ആത്മമണ്ഡലത്തിൽ ആയിരിക്കുന്ന ദൈവത്തെ ആരാഞ്ഞറിയുവാൻ, അടുത്തറിയുവാൻ, ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഒരു ഭാഷയാണ് അന്യഭാഷ. ये पवित्र आत्मा ने ऐसी बोली हमको दी है कि वो पवित्र आत्मा ही है जो हमें यीशु के पास ले जाता है, जो हमें यीशु की सच्चाई और पिता परमेश्वर की सच्चाइयों में, एक्सपीरियंस में, गहराइयों में हमें लेकर के जाता है. तो पवित्र आत्मा जो हमारा सहायक है, वो हमें एक ऐसी भाषा का वरदान हमारे अंदर दिया है जो कि हमारी समझ से परे है, जो हमारे शारीरिक जो स्तर से परे है, जो हमको पिता परमेश्वर के प्रेम से जोड़ देती है. അന്യഭാഷകൾ സംസാരിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിരന്തരമായ ഈ ഭാഷ, ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ഭാഷ നൽകുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അവരൊരിക്കലും ഡ്രൈ ആയിരിക്കത്തില്ല, അവരൊരിക്കലും ഡിപ്രഷൻ ഇരിക്കത്തില്ല, അവരൊരിക്കലും ഡിസപ്പോയിന്റഡ് ആയിട്ടിരിക്കും. അവരെ കാണുമ്പോൾ ഒരു എണ്ണ ഒഴുകുന്ന പോലെയാണ്, അവരുടെ മുഖം തിളങ്ങുന്ന പോലെയാണ്. ആ ഒരു വലിയ സന്തോഷം, ഒരു ആനന്ദം, സാഹചര്യങ്ങൾ അവരെ മുക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ദൈവം ഒരു ദാനം അവരുടെ ഉള്ളിൽ കൊടുത്തിരിക്കുകയാണ്. हालेलुया, हालेलुया. जो लोग अन्य भाषा में बात करते हैं, वो जो निरंतर रूप से, हो सकता है उनके जिंदगी में और कई कमियां हो, उनको बहुत ज्ञान ना हो, ज़्यादा समझते ना हो, परंतु जो ये प्रेयर लैंग्वेज को हमेशा यूज़ करते हैं, उनके चेहरे को देखकर आपको पता चलता है वो कभी सूखे नहीं दिखेंगे. ऐसा लगेगा जैसे तेल मल दिया है मुंह पर, हमेशा थोड़ा सा चमक, थोड़ा सा कुछ महिमा उनके चारों तरफ, उनके चेहरे पर हमेशा चमकता है. എപ്പോഴും ചിരി, എപ്പോഴും സന്തോഷം, എപ്പോഴും ആനന്ദം, പരിസ്ഥിതികളുടെ മുകളിൽ നടക്കുന്ന ശക്തന്മാരായി അവർ മാറും. അവർ അന്യഭാഷയുടെ ആ മർമ്മത്തെയും രഹസ്യത്തെയും അതിൽ ദൈവം വെച്ചിരിക്കുന്ന ശക്തിയെ അവർ ടാപ്പ് ചെയ്തതുകൊണ്ട് അവരൊരു കഴുകനെ പോലെ സാഹചര്യങ്ങളുടെ മീതെ പറന്നൊഴുക്കുന്ന അസാധാരണമായ വ്യക്തി ജീവിതങ്ങളായി वो परिस्थितियों के ऊपर जीना सीख लेते हैं. उनके चारों तरफ क्या हो रहा है, क्या घटी है, क्या कमी है, उनके मन में क्या चल रहा है, ये उनको टच नहीं करता है. ये अन्य भाषा एक ऐसी चीज है जिसमें जब वो प्रार्थना करते हैं, परमेश्वर से जुड़ जाते हैं, तो वो अपनी परिस्थितियों के परे चले जाते हैं. और पवित्र आत्मा जो कि तेल की नाई है, वो बिल्कुल उनके दिल में, दिमाग में, उनके चेहरे पर चमकने लगता है. അന്യഭാഷകൾ സംസാരിക്കുന്നവൻ
മനുഷ്യരോടല്ല ദൈവത്തോടാ സംസാരിക്കുന്നത്. അടുത്ത ഒരു നന്മ എന്താണ്? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ അവൻ ദൈവത്തിന്റെ മർമ്മങ്ങളെ സംസാരിക്കുകയാണ്. और यही नहीं, वो हमको परमेश्वर के करीब जरूर लेकर के आता है, पर वो वहाँ खत्म नहीं होता. हम परमेश्वर के रहस्यों को, वचन की गहरी बातों को, जो साधारण स्तर पर व्यक्ति नहीं समझ सकते, ऐसी गहराइयों में आत्मा हमें ले जाती है. Speaking in tongues helps us to access into the divine mysteries, secrets, revelation, prophetic plans and purposes of our life, family, church, regions, and the kingdom of God. अन्य भाषाओं में ये भी सामर्थ्य छुपा हुआ है कि परमेश्वर की गहराइयों में, वचन की गहराइयों में, रहस्यों में, जो प्रावचनिक रूप से परमेश्वर कलीसियाओं में, देशों में, प्रांतों में, व्यक्तियों की जिंदगियों में करना चाहते हैं, उसकी एक समझ हमारे अंदर में आ जाती है. നാം എന്താ ചെയ്യുന്നത്? നാം മർമ്മങ്ങളെ ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിഗൂഢമായ നമ്മുടെ ഭാവിയെ കുറിച്ച്, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച്, നമ്മെ കുറിച്ച് ദൈവം പദ്ധതി ഇട്ടിരിക്കുന്ന നമ്മുടെ മക്കളെ കുറിച്ചും സഭയെ കുറിച്ചും ശുശ്രൂഷകളെ കുറിച്ചും ദേശങ്ങളെ കുറിച്ചും ദൈവം മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ ദൈവം വെളിപ്പെടുത്തുകയാണ് അന്യഭാഷകളിലൂടെ. ऐसी बातें जो परमेश्वर के दिल में हैं, योजनाएं आपके बारे में, कलीसिया के बारे में, परमेश्वर के वचन के बारे में, ऐसा रेवलेशन, ऐसी गहरी बातें. आप जब अन्य भाषा में बात करते हैं तो कुछ समयों के बाद ये चीजें बिल्कुल आपके अंदर में, आपके आत्मा से, आपके दिमाग से नीचे नहीं, परंतु आपकी आत्मा से ऊपर उठकर आती है. നമുക്ക് വിരോധമായി ശത്രു വലിയ ഒരു പദ്ധതി മെനയാണ്. പക്ഷേ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നാം ആത്മതലങ്ങളിലേക്ക് കയറി നാം പ്രവചിക്കുകയാണ്, നാം പ്രസ്താവിക്കുകയാണ്, നാം ഒരു രാജാവിനെ പോലെ ചില കാര്യം ഡിക്ലെയർ ചെയ്യുകയാണ്. ദൈവത്തിന്റെ പ്ലാനുകളെ ആത്മമണ്ഡലത്തിൽ നാം അതിനെ ഉറപ്പിക്കുകയാണ്. ये आत्मिक युद्ध से भी ये संबंध रखता है कि जो शैतान है वो आपके विरोध में, कई लोगों के विरोध में, कलीसिया के विरोध में ऐसे प्लान बनाता है, ऐसी चीजों को छुप करके, जैसा एक शत्रु छुप कर जैसे चीजों को करता है, उस तरह से कई चीजें शैतान आपके विरोध में खड़ा करता है, जो आपके दिमाग में आपको मालूम नहीं, आपको अपने आंखों से दिखता नहीं. लेकिन जब आप अन्य भाषा में प्रार्थना करते हैं तो वो बिल्कुल बंदूक के समान, तीर के समान, बिल्कुल शैतान ने जो खड़ा किया है आपके विरोध में, कलीसिया के विरोध में, उसको मार के गिराता है नीचे. അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ നാം പ്രവചിക്കുകയാണ്, നാം ആത്മാവിൽ പ്രവചിക്കുകയാണ്, നാം പ്രസ്താവിക്കുകയാണ്, നാം ചില ഡിക്രീസ് റിലീസ് ചെയ്യുകയാണ്, ചില ഡിക്ലറേഷൻസ് നാം മേക്ക് ചെയ്യുകയാണ്. ദൈവത്തിന്റെ പ്ലാനുകളെയും ദൈവത്തിന്റെ പർപ്പസുകളെയും പദ്ധതികളെയും നാം സ്തോത്രം ഹല്ലേലൂയ പ്രവചിച്ച് ആത്മമണ്ഡലത്തിൽ ആക്കുകയാണ്. जब हम अन्य भाषाओं में बातें करते हैं तो केवल वो कोई ऐसी बात नहीं जो कि हम माने साधारण रीति से करते हैं, परंतु जिस तरह से एक राजा एक डिक्लेरेशन करता है, अगर एक राजा कुछ बोल देता है तो उसके सारे राज्य में ऐसा होना ही पड़ेगा. उसमें वो पावर है, उसमें वो अथॉरिटी है. उसी तरह से आप जो अन्य भाषा बोलते हैं वे विभिन्न रीति से अनेक समयों में वो प्रकट होता है और उसके द्वारा परमेश्वर के राज्य का सामर्थ्य आपकी परिस्थितियों में प्रकट हो जाता है. हालेलुया. അതുകൊണ്ട് അന്യഭാഷകൾ നാം സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ രഹസ്യങ്ങൾ, the hidden secrets, ദൈവത്തിന്റെ ജ്ഞാനം, wisdom, revelation, ആ തലത്തിലേക്ക്, ആത്മതലത്തിലേക്കൊക്കെ നമുക്ക് ഗ്രാൻഡ് എൻട്രി ആണ്. हालेलुया. परमेश्वर के वचन की गहराइयों में इसमें जो रेवलेशन है, परमेश्वर जैसे जो छुपा के रखते हैं उसको अगर खोल कर देखना है तो, और जो प्रावचनिक रूप से जो परमेश्वर के दिल दिमाग में है उसको समझने के लिए जब आप अन्य भाषाओं में प्रार्थना करते हैं तो वो कनेक्शन बनता है. നാം ആത്മാവിൽ പ്രാർത്ഥിച്ചിങ്ങനെ 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മ ബോധ്യം തരും. അപ്പോൾ നാം ഒന്ന് സ്റ്റില്ലായി, സൈലന്റ് ആയി നാം ദൈവത്തോട് ചോദിക്കുക, പരിശുദ്ധാത്മാവേ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചത് അങ്ങൊന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ ഡൗൺലോഡുകളെ ചെയ്യുവാൻ തുടങ്ങും. അങ്ങനെയാണ് നിഗൂഢമായി രഹസ്യമായി ഇരിക്കുന്ന, മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെയും ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവം വെളിപ്പെടുത്തുവാൻ തുടങ്ങുന്നത്. അപ്പസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിൽ നടക്കുന്ന പല കാര്യങ്ങളുടെ പിന്നിലും ഹല്ലേലൂയ ആത്മാവിൽ സംസാരിക്കുകയും ആത്മാവിൽ ദൈവത്തിന്റെ വെളിപ്പാടുകളും ദൂതുകളും നിയോഗങ്ങളും ദൈവത്തിന്റെ പ്ലാനുകളും സ്തോത്രം പ്രാപിച്ച് ഒരു എക്സിക്യൂഷനാണ് നാം ദൈവസഭയിൽ കാണുന്നത്.
जब हम अन्य भाषाओं में बात करते हैं, हो सकता है 10 मिनट, 15 मिनट, 20 मिनट आपका प्रेयर लैंग्वेज है और आप अपने कमरे में परमेश्वर के साथ बैठकर जब आप अन्य भाषाओं में बात करते हैं, कुछ समय के बाद जब आप निश्चिंत रूप से बैठते हैं तो कुछ उभर कर ऊपर आता है। जैसे मैं अनुवाद कर रही, परमेश्वर मुझे कुछ दिखाता है कि वो जब हम वो दूध में से मक्खन निकालने के लिए पहले ज़माने में हम ऐसे करते थे ना, ऐसे करते थे, उसको मथते थे ना, ऐसे करते 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 कुछ ऊपर उभर कर आ जाता है। Jesus. उसी तरह से ऐसी बातें आपके दिल में, आपके समझ में आ जाएगी। उसके लिए आपको हाथ पैर मारने का जरूरत नहीं, लेकिन कुछ ऐसे उभर कर ऊपर आने लगेगा जो आपको समझ में आएगा ये परमेश्वर का दिल है। ഒന്ന് കൊരിന്ത്യർ 14-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. पहला कुरिन्थियों 14 का 4। അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. जो अन्य भाषा में बातें करता है वह अपनी ही उन्नति करता है, परंतु जो भविष्यवाणी करता है वह कलीसिया की उन्नति करता है। അപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് താൻ തനിക്ക് തന്നെ നാം നമുക്ക് തന്നെ ആത്മീയ വർധനവുണ്ടാക്കുന്നു. जब हम अन्य भाषा में बात करते हैं तो हम अपनी आत्मिक उन्नति के लिए कुछ कर रहे हैं। അന്യഭാഷകൾ സംസാരിക്കുന്നവൻ എന്താ ചെയ്യുന്നത്? अपनी താൻ തനിക്ക് തന്നെ, നമുക്കൊന്ന് പറയാം ഞാൻ എനിക്ക് തന്നെ, ഒന്ന് പറയാം, हम बोले ഉറക്കെ हम പറയാം, ഞാൻ എനിക്ക് തന്നെ. खुद अपनी आत्मिक उन्नति के लिए अन्य भाषाओं में बात करते हैं। അപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കാത്തവൻ എന്ത് സംഭവിക്കും? അവൻ ആത്മീയമായി ക്ഷീണിച്ചിരിക്കും. तो Hallelujah. उस व्यक्ति का क्या होगा जो अन्य भाषाओं में कभी बात ही नहीं करता है? उसकी आत्मा में वो थक जाता है, नीचे चला जाता है। അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ അവൻ തനിക്ക് തന്നെ आत्मीय ആത്മീയ जो व्यक्ति अन्य भाषा में बात करता है वो अपनी आत्मिक उन्नति के लिए कुछ कर रहा है। എഡിഫൈ എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അതിന് ഗ്രീക്ക് പദം ഓയിക്കോഡോമിയോസ് എന്ന് പറഞ്ഞൊരു പദമാണ്. എഡിഫൈ, ആത്മീയ വർധനവ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്ക്. आत्मिक उन्नति ये जो शब्द है उसको ग्रीक भाषा में ओइकोडोमियोस कहते हैं, जिसका ये मतलब है कि एक ईंट के ऊपर एक ईंट रखकर जिस तरह से हम एक बिल्डिंग को खड़ा करते हैं, कुछ ऐसा ही एक വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ എന്നാ നിങ്ങൾ ചെയ്യുന്നത്? ഒരു വീട് പണി, കട്ടമേൽ കട്ട വെച്ച് എന്താ? ഹല്ലേലൂയ. നാം ഒരു ഭവനം പണിയുക, ഒരു വീട്, ഒരു ആത്മീയ ഭവനം പണിയുകയാണ്. നമ്മുടെ ആത്മാവിന്റെ കപ്പാസിറ്റി, ആ സ്പിരിച്വൽ കപ്പാസിറ്റിയെ നാം എൻലാർജ് ചെയ്യുക, നാം വളർത്തുകയാണ്. जैसे हम एक ईंट के ऊपर दूसरे ईंट को रखकर एक बिल्डिंग को हम खड़ा करते हैं, एक कुछ हम बना रहे हैं वहां, उसी तरह से आपकी आत्मा के अंदर आपका कैपेसिटी बढ़ जाता है। जब आप अन्य भाषा में बात करते हैं तो कुछ कंस्ट्रक्शन आपकी आत्मा में चलता है, जिसके अंदर आत्मिक बातों को आप जोड़ सकते हैं, आप रख सकते हैं। जो आपके അന്യഭാഷയിൽ अंदर നാം ठहरता है। സംസാരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? നാം പണിയുകയാണ്. സ്തോത്രം. ഒരു നില വേണോ, 2 നില വേണോ, 5 വേണോ, 10 നില വേണോ? ഹല്ലേലൂയ. ദൈവം നമ്മെ ഏത് നിലവാരത്തിൽ ഉപയോഗിക്കണം, ഏത് നിലവാരത്തിൽ നാം പ്രയോജനപ്പെടണം എന്ന് എല്ലാം തീരുമാനിക്കുന്നത് ദൈവമല്ല, നാം ഓരോരുത്തരുമാണ്. നമ്മുടെ വിളിയോടുള്ള ബന്ധത്തിൽ നാം ഓരോരുത്തരുമാണ്. അതുകൊണ്ട് അന്യഭാഷയിൽ നാം സംസാരിക്കുമ്പോൾ അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ നമ്മൾ എന്താ ചെയ്യുന്നത്? We are enlarging our spiritual capacity and we are building our spiritual life. हालेलुया। कितना भी आप उसको ऊंचा खड़ा कर सकते हैं। आपको एक फ्लोर चाहिए, 2 चाहिए, कितना मंजिल भी आप इसको ऊपर उठा सकते हैं, क्योंकि जितना आप अन्य भाषा में बात करते हैं, जितना आप परमेश्वर की उपस्थिति में रहते हैं, जितना अपने आप को समर्पित करते हुए आप ये करते हैं, उतना ज्यादा आत्मिक उन्नति ये आपके अंदर लेकर के आएगा। നമ്മുടെ മസിൽ പോലെയാണ്, നമ്മുടെ മസിൽ പോലെ നമുക്ക് എല്ലാവർക്കും മസിൽ, കൈയൊക്കെ ഒന്ന് നോക്കി, മസിലുണ്ടോ നോക്കിയേ. എല്ലാവർക്കും മസിലുണ്ട്, എല്ലാവർക്കും നല്ല മസിൽ ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നാം ജനിച്ചു വീണപ്പോൾ തന്നെ നമുക്ക് നല്ല മസിലുണ്ട്. പക്ഷേ സ്വത്രം എല്ലാവരുടെയും മസിൽ ഒന്ന് പരിശോധിച്ചാൽ പലരുടെയും മസിലിന്റെ സ്ട്രെങ്ത് പല നിലവാരത്തിലാണ്. परमेश्वर ने हम सभी लोगों को ना ये मसल दिया है, पेशियों को दिया है, लेकिन अगर हम देखा जाए तो कई लोगों को अगर हम चेक करके देखें तो कई लोगों के मसल का स्ट्रेंथ जो है अलग अलग रहता है। എന്നും നിരന്തരമായി ജിമ്മിൽ പോയി അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മസിലുകൾ വളരെ സ്ട്രോങ് ആയിരിക്കും.
ऐसा व्यक्ति जो हर दिन एक्सरसाइज करता है, जो जिम में जाता है, उसका मसल देखा जाए तो उसमें ताकत ज्यादा रहती है. ഒരു ദിവസം രണ്ട് ദിവസം ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ടല്ല ആ മസിൽ ബിൽഡപ്പ് ചെയ്യുന്നത്. ചിലപ്പോൾ ആഴ്ചകളും മാസങ്ങളും എടുക്കും. അങ്ങനെയാകുമ്പോൾ അവരുടെ മസിൽ ഭയങ്കരമായി അത് നല്ല ശക്തിയുള്ള മസിലുകളായി മാറും. एक दिन, 2 दिन, एक हफ्ते में नहीं, जो निरंतर रूप से ऐसी बातों को करता है उसके अंदर ज्यादा ताकत आ जाती है. അപ്പോൾ അവർ അനായാസമായി അവരുടെ മസിൽ അത്രയും ഡെവലപ്ഡ് ആയതുകൊണ്ട്, അത്രയും ബിൽഡപ്പ് ആയതുകൊണ്ട് അവർക്ക് ഒരു പ്രയാസമില്ലാതെ വലിയ വെയിറ്റുകളെ അല്ലെ എന്തിനു വേണ്ടിയാണ് അവരുടെ മസിൽ ട്രെയിൻ ചെയ്യുന്നത്? Hallelujah, hallelujah. പ്രവൃത്തി അവർക്ക് ചെയ്യുവാൻ വളരെ എളുപ്പമാണ്. और इसीलिए ऐसे लोगों को अगर आप देखें तो वो बहुत बड़े वजन को बिल्कुल आराम से उठा लेते हैं. जिस चीजों को देखकर हमको डर लगता है कि अरे इसको कौन उठाएगा, हम तो गिर जाएंगे, हमको ये हो जाएगा, हैं, हमको और वो कुछ और हो जाएगा, पर ऐसे लोगों को आप देखें तो वो बिल्कुल आराम से वजन उठा लेते हैं. 100 മീറ്റർ റേസിന് വേണ്ടി ഒരാൾ നിരന്തരമായി പ്രാക്ടീസ് ചെയ്ത് അവരുടെ സ്തോത്രം, അവരുടെ മസിലുകളെ, അവരുടെ ശരീരത്തെ ഉപയോഗിക്കുമ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യും? ആ വ്യക്തി കുതിച്ച് ചാടും മുന്നോട്ട്. हालेलुया. ऐसा व्यक्ति, एथलीट लोगों को हमने देखा है जो स्पोर्ट्स करते हैं, वो उस चीज के लिए हमेशा निरंतर रूप से उसमें फोकस करते हैं, उसी चीज के लिए अपने आप को देते हैं और वो और लोगों से आगे बढ़ जाते हैं. അന്യഭാഷകളിൽ സംസാരിക്കുന്നവർ എന്താ ചെയ്യുന്നത്? ഹല്ലേലൂയ, നമ്മുടെ ഹല്ലേലൂയ. ആത്മീയ മസിൽ, നമ്മുടെ സ്പിരിച്വൽ ആമേൻ, മസിലിനെ ആമേൻ, ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. പണിതെടുക്കുകയാണ്. ഹല്ലേലൂയ. പണിതെടുക്കുകയാണ്. അതിൽ ഹല്ലേലൂയ. കരുത്ത് വരികയാണ്, അതിൽ ശക്തി ഹല്ലേലൂയ. വരികയാണ്, അതിൽ ബലം ഹല്ലേലൂയ. വരികയാണ്. ഹല്ലേലൂയ. അസാധാരണമായ കാര്യങ്ങളെ Thank you, ചെയ്യുവാനുള്ള ഒരു Jesus. സ്പിരിച്വൽ കപ്പാസിറ്റി आमेन, നാം आमेन, ബിൽഡപ്പ് आमेन, ചെയ്യുകയാണ്. आमेन. ये तो शारीरिक रीति से जो हमने एग्जाम्पल दिया, लेकिन आत्मिक रूप से अगर आपको आगे बढ़ना है तो उसके लिए अन्य भाषा, उसमें परमेश्वर ने बहुत परम प्रधान स्थान उसमें दिया है कि आप जितना ज्यादा अन्य भाषा में प्रार्थना करेंगे, जितना ज्यादा आप अपने आप को समर्पित करेंगे, परमेश्वर की इच्छा को पूरा करने का दिल रखते हुए आप जितना समर्पण के साथ अन्य भाषाओं में बात करोगे, उतना ज्यादा वो आपके अंदर काम करेगा. നമ്മൾ കട്ട വെച്ച് വീട് പണിയുന്നൊന്നും സുഖകരമല്ല. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലേ? ഒരു കട്ട വെക്കുന്നു, പിന്നെ കോൺക്രീറ്റ് ചെയ്യുന്നു, പിന്നെ ചെയ്യുന്നു. അതൊന്നും വളരെ മനോഹരം. പക്ഷെ അത് പണിത് വലിയ കെട്ടിടമാകുമ്പോൾ അത് ഭയങ്കര മനോഹരമാണ്. എല്ലാ ദിവസവും ഈ എക്സസൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ സുഖകരമല്ല. അത് പാടാണ്, അധ്വാനമുണ്ട്, വേർപ്പുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നാം അത് ചെയ്താൽ അതിനൊരു റിസൾട്ട് ഉണ്ട് എന്ന് പറയുന്ന പോലെ മണിക്കൂറുകൾ നാം അന്യ ഭാഷകൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ആത്മമനുഷ്യൻ ഒരു പവർ മാനായി മാറും, ഒരു പവർ ഹൗസ് ആയി നാം മാറും, ഒരു ശക്തനായി മാറും, നാം കരുത്തനായി മാറും. ബാക്കിയുള്ളവർ തളർന്നും ക്ഷീണിച്ചും ഒന്നും ചെയ്യുവാൻ കഴിയാതിരിക്കുമ്പോൾ ഇതാ ദൈവത്തിന്റെ മനുഷ്യൻ, ഇതാ ദൈവത്തിന്റെ ഒരു മകൻ, ഇതാ ദൈവത്തിന്റെ ഒരു മകൾ ബലാൽക്കാരിയായി. हालेलुया. ये जो भी काम हम करते हैं, घर बना रहे हैं, एक्सरसाइज कर रहे हैं, ये कोई सिंपल बात नहीं है. इसमें हमें मेहनत लगता है, ये करने में उतना अच्छा हमको नहीं लगता, लेकिन जब हम इसको करते हैं तो हमको रिजल्ट मिलता है. उसी तरह से जब हम अन्य भाषाओं में बात करते हैं तो वो हमारे आत्मिक जो व्यक्तित्व को वो आगे बढ़ाता है. കെന്നത്ത് ഈ ഹാഗിന്റെ ഭാഷയിൽ നാം അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുന്ന പോലെയാ. എത്ര അധികം നമ്മൾ പവർ സപ്ലൈയോട് കണക്ട് ചെയ്യും, അത്ര അധികം നമ്മുടെ ബാറ്ററികൾ, നമ്മുടെ സ്പിരിച്വൽ ബാറ്ററികൾ, നമ്മുടെ ആത്മമനുഷ്യന്റെ ബാറ്ററി അത്രമാത്രം ശക്തിയും ഉത്തേജിക്കപ്പെടുന്ന ആ നിലവാരത്തിലായി തീരും. जितना ज्यादा, केनेथ हैगिन जो परमेश्वर के दास हैं, वो ऐसा कहते हैं कि बैटरी चार्ज करने जैसा है. ये सब हम अपनी आत्मा के बारे में बोल रहे हैं, आत्मा में बढ़ने के बारे में बोल रहे हैं. जितना ज्यादा हम अन्य भाषाओं में बात करेंगे, आपकी आत्मा में आप उतना ज्यादा चार्जिंग. Praying in tongues charges your spirit like a battery charger charges a battery. जैसे कि एक बैटरी, जैसे हम फोन चार्ज करते हैं और उसमें जब हम प्लग करते हैं कुछ समय के बाद वो फुल हो जाता है, इसी तरह से अन्य भाषाओं में बात करने से आपकी आत्मा में आप प्रबल होते हैं. നമ്മുടെ ആത്മമനുഷ്യനിലും ഇന്ദ്രിയങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിന് ഇന്ദ്രിയങ്ങൾ, കണ്ണും ചെവിയും മൂക്കൊക്കെ ഉള്ളതുപോലെ തന്നെ നമ്മുടെ ആത്മമനുഷ്യനും സെൻസസ് ഉണ്ട്.
സെൻസ് ഓർഗൻസ് ഉണ്ട്. നാം അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സ്പിരിച്വൽ സെൻസസും നമ്മുടെ സ്പിരിച്വൽ സെൻസ് ഓർഗൻസും ആക്ടിവേറ്റഡ് ആകുവാൻ തുടങ്ങും. जिस तरह से हमारे शरीर में आंख है, कान है, मुंह है, जिस तरह से हमारे मन के अंदर में कई तरह की इंद्रियां हैं, उसी तरह से हमारी आत्मा में भी परमेश्वर ने इंद्रियों को रख छोड़ा है. നമ്മുടെ ആത്മമനുഷ്യൻ സ്ട്രോങ് ആകുമ്പോൾ നമ്മുടെ പ്രാകൃത മനുഷ്യന്റെ മേൽ, നമ്മുടെ ജഡ മനുഷ്യന്റെ മേൽ, നമ്മുടെ ശരീരത്തിന്റെ മേൽ, നമ്മുടെ വികാരങ്ങളുടെ മേൽ, നമ്മുടെ ചിന്താ മണ്ഡലങ്ങളുടെ മേലൊക്കെ ഒരു കരുത്തിനെ പോലെ നമുക്ക് ഡൊമീനിയൻ എടുക്കുവാൻ കഴിയും. हालेलुया. हमारी आत्मा में जब हम प्रबल होते हैं, हमारी आत्मा में जब हम परमेश्वर के जीवन को प्राप्त करते हैं, वचन को प्राप्त करते हैं, तो हमारे मन, दिल, दिमाग, हमारा इमोशन, हमारी शारीरिक जो बातें हैं, इन सारी चीजों के ऊपर हमें उड़ने का एक शक्ति परमेश्वर देता है. ദൈവരാജ്യത്തിന്റെ ഡൊമീനിയൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്ന നാം എല്ലാവരും അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുവാൻ ഉത്സാഹം കാണിക്കണം. അങ്ങനെയാണ് നമ്മുടെ ആത്മമനുഷ്യൻ ബലം പ്രാപിക്കുന്നത്, ഡൊമീനിയൻ എടുക്കുന്നത്. നമ്മുടെ ജഡത്തിന് മേൽ, സ്വഭാവത്തിന് മേൽ, വികാരങ്ങളുടെ മേൽ, സാഹചര്യങ്ങളുടെ മേൽ, രോഗത്തിന് മേൽ, എല്ലാ സാഹചര്യങ്ങളുടെയും ക്രൈസിസിന്റെ മേലും ഒരു രാജാവ് വാഴുന്നത് പോലെ, റൂൾ ചെയ്യുന്നത് പോലെ നമുക്ക് ഡൊമീനിയൻ എടുക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഡൊമീനിയൻ ലാംഗ്വേജ് ആണ് അന്യഭാഷ. परमेश्वर के राज्य के शासन के बारे में हम सीख रहे हैं इन दिनों में, और इसीलिए जब हम अन्य भाषाओं में बात करते हैं तो वो हमें आत्मिक उन्नति दिलाता है, परमेश्वर के जीवन से हमको जोड़ता है, जिस कारण से आप हर एक क्षेत्र में, अपने दिल में, दिमाग में, मन में, अपने इमोशंस में, अपने शरीर में, अपनी परिस्थितियों में, हर एक चीज के ऊपर परमेश्वर के राज्य के अधिकार को स्थापित करने में ये हमारी सहायता करता है. യൂദയുടെ ലേഖനം 20-ാം വാക്യത്തിൽ, ഒരു അധ്യായമുള്ള 20-ാം വാക്യത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, യൂദ അപ്പോസ്തലൻ, ഹല്ലേലൂയ, ഒരു വലിയ മർമ്മം പറയുകയാണ്. നാം അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? यूदा उसका 20वां वचन हमसे कहता है, But you beloved build yourselves up, founded on your most holy faith, make progress, rise like an edifice, higher and higher, praying in the Holy Spirit. Amplified version ആണത്. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അപ്പോൾ അന്യഭാഷയിൽ നാം സംസാരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ പണിതെടുക്കുകയാണ്. जब हम अन्य भाषाओं में बात करते हैं तो परमेश्वर ने जो पवित्र विश्वास हमें सौंपा है उसमें हम उन्नति पाते हैं. ഹല്ലേലൂയ. हालेलुया. വിശ്വാസം ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവിയാണ്. വിശ്വാസം നമ്മുടെ ഉള്ളിൽ ജനിക്കുന്നത്. जब हम परमेश्वर के वचन को सुनते हैं तो वो हमारे अंदर विश्वास को जन्म देता है. റോമൻസ് 10:17 റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ വചനം, ഹല്ലേലൂയ, വിശ്വാസം കേൾവിയാലും ക്രിസ്തുവിന്റെ വചനത്തിന്റെ കേൾവിയാലാണ് വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരുന്നത്. रोमियो 10:17 कहता है, മലയാളത്തിൽ വായിച്ചാട്ടെ, 10:17, വിശ്വാസം കേൾവിയാലും, अतः विश्वास सुनने से और सुनना मसीह के वचन से होता है. വിശ്വാസം കേൾവിയാലും ക്രിസ്തുവിന്റെ വചനത്തിന്റെ കേൾവിയാലും വിശ്വാസം ഉളവാകുന്നു. ആമേൻ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരും. അപ്പോൾ വിശ്വാസം വചനത്താൽ ഉളവാകുന്നു. പക്ഷെ ഈ വിശ്വാസത്തെ പണിതെടുക്കുവാൻ ദൈവം പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ഒരു അത്ഭുത ഭാഷയാണ് अन्यभाषाകൾ. विश्वास परमेश्वर के वचन के सुनने से आता है, लेकिन अगर उसमें बढ़ोतरी होना है, बढ़ना है, तो पवित्र आत्मा को परमेश्वर ने हमें दिया है. അസാധാരണമായ വിശ്വാസവും അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്തെടുക്കുവാൻ നമ്മുടെ ഉള്ളിൽ വിശ്വാസം വേണം. അപ്പോൾ അന്യഭാഷകൾ നാം സംസാരിക്കുമ്പോൾ നമ്മുടെ അതിവിശുദ്ധ വിശ്വാസം, അത് സ്തോത്രം, ഹല്ലേലൂയ, അത് ഹയർ ഡൈമെൻഷൻസിലേക്ക് വളരുകയാണ്. परमेश्वर के राज्य में कुछ चीजों को करने के लिए हमारे अंदर बड़े विश्वास की जरूरत है, और वो केवल ऐसे ही नहीं आ जाता है. परमेश्वर के वचन के सुनने से विश्वास का जन्म होता है, परंतु पवित्र आत्मा के द्वारा इस पवित्र विश्वास में बढ़ोतरी होता है, ये बड़ा बनता है, इसके अंदर सामर्थ्य आता है. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ, 8, 26, 27 വാക്യങ്ങളിൽ നാം
സ്തോത്രം, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷ ഒരു പ്രാർത്ഥനയുടെ ഭാഷയാണ്. रोमियो 8 के 26-27 में जब हम पढ़ते हैं तो ये एक प्रेयर लैंग्वेज है जो पवित्र आत्मा हमारे द्वारा हमारे अंदर से प्रार्थना करती है. എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊന്നും നമുക്കറിയാത്തപ്പോൾ നമ്മെ സഹായിക്കുവാനായി പരിശുദ്ധാത്മാവ് സഹായിയായി നമ്മുടെ അടുക്കലും നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. क्या प्रार्थना करना है, कैसे करना है, जब हमको नहीं समझ में आता है, हम कंफ्यूज हो जाते हैं, ऐसी परिस्थितियों में भी पवित्र आत्मा आपके द्वारा जो है प्रार्थना करती है. ഹല്ലേലൂയ. ആ ഹല്ലേലൂയ. വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിക്കാം. ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. इसी रीति से आत्मा भी हमारी दुर्बलता में सहायता करता है, क्योंकि हम नहीं जानते कि प्रार्थना किस रीति से करना चाहिए, परंतु आत्मा आप ही ऐसी आहें भर भर कर जो बयान से बाहर है हमारे लिए विनती करता है. 27ാമത്തെ വാക്യം. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. और मनों का जांचने वाला जानता है कि आत्मा की मनसा क्या है, क्योंकि वह पवित्र लोगों के लिए परमेश्वर की इच्छा के अनुसार विनती करता है. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നാം പെർഫെക്റ്റ് പ്രയറുകളാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. പിതാവിന്റെ ഹൃദയത്തെയും ആമേൻ, പിതാവിന്റെ ആമേൻ. ഇഷ്ടത്തെയും ഹല്ലേലൂയ. പെർഫെക്റ്റ് ആയി അറിഞ്ഞ് ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ചിലപ്പോൾ ഉച്ചരിച്ചു കൂടുവാൻ ഹല്ലേലൂയ. കഴിയാത്ത ഞെരുക്കങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നു. So it's a prayer, deep intercessory language. जब हम पवित्र आत्मा में प्रार्थना करते हैं तो परमेश्वर के हित के अनुसार बिल्कुल सही सही प्रार्थनाएं, परमेश्वर का मन क्या है, परमेश्वर की इच्छा क्या है, ये समझते हुए बिल्कुल सही प्रार्थना शब्द हमारे अंदर से निकलता ഒരു है. വിഷയത്തിന് വേണ്ടി എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് അറിയത്തില്ല. അറിയാവുന്നത് പ്രാർത്ഥിച്ച് പിന്നെ ആത്മാവിൽ മാഷേറ്റേ ലയബറോ ശിവനസലചൈവ ആ സാഹചര്യത്തിൽ ഹല്ലേലൂയ നമുക്ക് അറിയാവുന്ന ആ ലെവലിൽ പ്രാർത്ഥിച്ച് പിന്നെ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനകളെ ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ആമേൻ, ആമേൻ. ദൈവരാജ്യത്തിന്റെ ആമേൻ. ആ പദ്ധതി അനുസരിച്ച് ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകളെ ദൈവം ഗൈഡ് ചെയ്യും. ചിലപ്പോൾ നമുക്ക് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് അറിയത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ സ്വന്തം ഹല്ലേലൂയ. ആത്മഭാരത്താൽ Thank you, Jesus. ഞെരുക്കങ്ങളാൽ ഹല്ലേലൂയ ആ ഞെരുക്കത്തോടെ ആമേൻ. groaning in the spirit. Mazele, Shadi, Mazele, Yabo, Male Shiva. हालेलुया हालेलुया. जब हम पवित्र आत्मा में प्रार्थना करते हैं तो बिल्कुल सही प्रार्थनाएं, हमें जो नहीं भी मालूम है कि क्या प्रार्थना करना है, वो सही प्रार्थनाएं हमारे अंदर से उतर. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഇരിക്കുന്നു, പെട്ടെന്ന് ഒരു ഭാരം വരുന്നു, എന്തോ ഒരു ഭാരം നമ്മുടെ ഉള്ളിൽ, ഒരു ആത്മഭാരം വരുന്നു, ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു ഭാരം വരുന്നു. നമുക്കറിയത്തില്ല എന്താ വിഷയമെന്ന്. പ്രാർത്ഥിക്കുന്ന ഇന്റർസെസേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. പലപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തോട് ഒരു ഹൃദയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവസഭയിൽ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ആരെങ്കിലും ഹല്ലേലൂയ ആയി പോകുമ്പോൾ, നമ്മുടെ സഭയിൽ ആരെങ്കിലും ആയി പോകുമ്പോൾ, അല്ലെങ്കിൽ ലീഡേഴ്സ്, പാസ്റ്റേഴ്സ്, അപ്പോസ്തലന്മാർ, ഹല്ലേലൂയ ശുശ്രൂഷകന്മാർ ആയി പോകുമ്പോൾ പെട്ടെന്ന് ഒരു ആത്മഭാരം ഒരു വ്യക്തിക്ക്, അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇന്റർസെസേഴ്സിനെ ദൈവം നൽകും. हालेलुया. जो कलीसिया में प्रार्थना करने वाले लोग हैं, सभी लोगों के लिए है ये बात, पर प्रत्येक रूप से जो इंटरसेशन करते हैं, जो दूसरों के लिए प्रार्थना करते हैं, जो दूसरों के विषयों के लिए प्रार्थना करते हैं, तो कई बार आपके अंदर में कुछ है पर आपको समझ में नहीं आ रहा है कि कैसे प्रार्थना करना है. तो ये वो समय है जब अन्य भाषाओं में प्रार्थना करना चाहिए, क्योंकि जो आपको नहीं भी समझता है वो बहुत ही सुंदर रीति से आपके द्वारा पवित्र आत्मा എത്രയോ അത്ഭുതകരമായ അനുഭവങ്ങൾ, വിഷയം അറിയില്ല, കിലോമീറ്ററുകൾ, മൈലുകൾക്കപ്പുറം, രാജ്യങ്ങൾക്കപ്പുറമാണ് ആൾക്കാരായിരിക്കുന്നത്. ഏതോ ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്ത് അവർക്ക് ഒരു ആത്മഭാരം, പ്രാർത്ഥനയുടെ ഒരു പ്രയർ ബർഡൻ കൊടുക്കുക. അവർ പ്രാർത്ഥിക്കുക. വെളുപ്പിന് 2 മണിയായിരിക്കാം, ചിലപ്പോൾ 1 മണിയായിരിക്കാം, 4 മണിക്ക് പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്തി അവരുടെ ഉള്ളിൽ ഒരു ഭാരം കൊടുക്കുക. അവര് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കുകയാണ്. ദുർഘടമായിരിക്കുന്ന സാഹചര്യങ്ങളുടെ മധ്യത്തിൽ, മരിച്ചു പോകാവുന്ന സാഹചര്യങ്ങളിൽ, ശത്രു വെട്ടിക്കളയാവുന്ന സാഹചര്യങ്ങളിൽ ഈ പ്രാർത്ഥനകൾ ഒരു ആയുധമായി. कितनी
ऐसी गवाहियों को हमने सुना है, हमने देखा है, हमने एक्सपीरियंस किया है कि हमें नहीं पता चल रहा है क्यों अचानक से हमारे अंदर एक बोझ आ जाता है। हो सकता है रात में 1 बज रहा है, 2 बज रहा है, 3 बज रहा है, या दिन का कोई समय है, कहाँ क्या घटना हो रही है, किसी जगह पर किसी को क्या हो रहा है, कहाँ शैतान किसी को मारने की कोशिश कर रहा है, किसके ऊपर कोई अटैक है, हमें नहीं पता। लेकिन प्रार्थना जो है वो बहुत दूरी तक यात्रा कर सकता है। हालेलुया। उसके लिए कोई सीमा नहीं है। किसी भी राज्य में वो पहुंच सकता है, किसी भी व्यक्ति के पास पहुंच सकता है। और इसीलिए जब ऐसा बर्डन आता है और अन्य भाषाओं में हम प्रार्थना करते हैं तो उन प्रार्थनाओं के जरिए आत्मिक मंडल में प्रभु अपना काम कर लेता है। कई युद्धों को जीत लिया जाता है। Praying in tongues is a mighty spiritual weapon of warfare. और ये आत्मिक युद्ध का सबसे महत्वपूर्ण परमेश्वर ने जो है एक हथियार अन्य हमको दिया ഭാഷകളിൽ है। ദൈവം നമുക്ക് തന്നിരിക്കുന്നത് വലിയൊരു ശക്തമായ ഒരു ആയുധമാണ്. ये एक बहुत बड़ा हथियार है अन्य भाषा। എഫേസ്യർക്ക് ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എഫേസ്യർ അവിടെ 8 പൗലോസ് അപ്പോസ്തലൻ में 6 എഫേസ്യർ 6:10 വാക്യം തൊട്ട് വായിക്കുമ്പോൾ നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, അത് വാഴ്ചകളോടും അധികാരങ്ങളും ഹല്ലേലൂയ, പറഞ്ഞ് ഹല്ലേലൂയ. അതെല്ലാം വന്ന് അതുകൊണ്ട് നിങ്ങൾ സർവായുധം വർഗം ധരിച്ച് ഈ ഹല്ലേലൂയ. പൈശാചിക മണ്ഡലത്തെ വാഴ്ചകളെയും അധികാരങ്ങളെയും വെല്ലുവാൻ നിങ്ങൾ തയ്യാറായി നിങ്ങളുടെ ആത്മീയ വെപ്പണുകളെ ഉപയോഗിക്കണം എന്ന് പറയുന്ന ഭാഗമാണ്. एफेसियों की पुस्तक 6 अध्याय उसमें हम 10 वचन से नीचे देखते हैं। यहाँ ये कहा गया है, 12वां वचन ये कहता है, क्योंकि हमारा यह मल्ल युद्ध लहू और मांस से नहीं परंतु प्रधानों से और अधिकारियों से और इस संसार के अंधकार के हाकिमों से और उस दुष्टता की आत्मिक सेनाओं से है जो आकाश में है। 18-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 18वां वचन, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു ഏത് നേരത്തും आमेन ആത്മാവിൽ आमेन പ്രാർത്ഥിച്ചു. आमेन। അതിനായി हर പ്രാർത്ഥിച്ചു. समय और हर प्रकार से आत्मा में प्रार्थना। ആ കരമൊക്കെ ഒന്ന് വിളിച്ച് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ സകല പ്രാർത്ഥനയോടും എല്ലാ പ്രാർത്ഥനയോടും ഹല്ലേലൂയ, എപ്പോഴും ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിച്ചു. हर समय और हर प्रकार से आत्मा में प्रार्थना और विनती करते Praying in रहो। the spirit always unceasingly. हर समय और हर प्रकार से आत्मा में प्रार्थना और विनती करते रहो। അത് വലിയൊരു ആയുധമാണ്. ആമേൻ. और वो बहुत बड़ा हथियार है। പൈശാചിക കോട്ടകളെ തകർക്കുവാൻ, ആത്മയുദ്ധം ചെയ്യുവാൻ, ഡെലിവറൻസ് മിനിസ്ട്രിക്ക് വേണ്ടി ഹല്ലേലൂയ. ദുരാത്മ മണ്ഡലങ്ങളെ തുരത്തുവാൻ, അതിനെ हालेलुया। പുറത്താക്കുവാൻ, शैतान के कई चीजों को तोड़ने के लिए, उसको गिराने के लिए परमेश्वर अन्य भाषाओं को हथियार के रूप में हमें सौंपते हैं। വിട്ടുപോകാത്ത ദുരാത്മ ശക്തികൾ, വിട്ടുപോകാത്ത ദുരാത്മ അധികാരങ്ങൾ, അഴിയാത്ത മന്ത്രവാദ കെട്ടുകൾ, ആവിചാര കെട്ടുകൾ, ജനം അന്യഭാഷയിൽ ഹല്ലേലൂയ, പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നാം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ലൈബ ഹല്ലേലൂയ, റാബ ശെറ്റേയ. हालेलुया हालेलुया। डिलीवरेंस मिनिस्ट्री में जब लोगों को छुटकारा पाने का ये सिचुएशन रहता है, जब उनमें ऐसी कई बुरी बातें आ जाती हैं जो छोड़कर जाने के लिए नहीं मानती हैं, वो उनके अंदर जड़ पकड़ कर बैठी हैं, ऐसी बातें, ऐसे समयों में जब अन्य भाषाओं में हम प्रार्थना करते हैं तो कुछ बातें उसमें से बिल्कुल हथियार के रूप में खड़ी हो जाती है जो उनके बंधनों को तोड़ देती है। The Hallelujah. incredible power of speaking and अन्य praying. भाषाओं में परमेश्वर ने जो अद्भुत सामर्थ्य को छुपा कर रखा है। അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് ഒരു ഹല്ലേലൂയ. ഡോർവേ പോലെയാണ് ദൈവത്തിന്റെ അത്ഭുതങ്ങളിലേക്ക്, ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറലിലേക്ക്, ആമേൻ, ദൈവത്തിന്റെ മിറക്കിൾ റലത്തിലേക്ക്, ഹല്ലേലൂയ. അത്ഭുതങ്ങളിലേക്ക്, സയൻസ് ആൻഡ് വണ്ടേഴ്സിലേക്ക് ഹല്ലേലൂയ. ദൈവം വെച്ചിരിക്കുന്ന ഹല്ലേലൂയ. ഒരു डोरवे आना। वो एक दरवाजे के समान है जो कि आपको परमेश्वर के अद्भुत में, परमेश्वर की महिमामय बातों में, चिन्ह चमत्कारों के लिए आपके लिए रास्ता बनाती है और रास्ता खोलती है। അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ നമുക്ക് അസാധാരണമായ ധൈര്യം, അസാധാരണമായ ബോൾഡ്നെസ്, Hallelujah. extraordinary courage Hallelujah. ദൈവം പ്രദാനം ചെയ്യുകയാണ്. जब आप अन्य भाषाओं में बात करते हैं तो परमेश्वर आपके अंदर में एक बहुत भारी हिम्मत को भर देता है। അന്യഭാഷയിൽ നാം സംസാരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ മറ്റ കൃപാദാനങ്ങളിലേക്കും കൃപാവരങ്ങളിലേക്കും പരിശുദ്ധാത്മാവിന്റെ 9 ഗിഫ്റ്റുകളിലേക്കും
നാം സ്തോത്രം ഹല്ലേലൂയ നാം നാവിഗേറ്റ് ചെയ്യുകയാണ്. पवित्र आत्मा के वरदानों में 9 वरदानों में आपको प्रवेश करने के लिए अन्य भाषाओं की प्रार्थना आपके लिए रास्ता खोलती है. Speaking in tongues is a highway into the 9 gifts of the Holy Spirit. पवित्र आत्मा के 9 वरदानों में प्रवेश करने के लिए अन्य भाषाओं की प्रार्थना आपके लिए रास्ता बनाती है. യശയ്യാപ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 11-12 വാക്യം പഴയ നിയമത്തിൽ ഒറ്റ വാക്യമാണ്. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ അന്യഭാഷയോടുള്ള ബന്ധത്തിൽ ആ വാക്യത്തെ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൽ എടുത്ത് ആ വാക്യത്തെ പുതിയ നിയമത്തിൽ കൊണ്ടുവരികയാണ്. आइज़ाया उसका 28वां अध्याय, वहां से हम कुछ बातों को देखेंगे. 11 और 12 11 and 12 उसका 11 और 12 वचन. അതേ വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവർ ഈ ജനത്തോട് സംസാരിക്കും. वह तो इन लोगों से परदेशी होठों और विदेशी भाषा वालों के द्वारा बात करेगा. ഇതാകുന്നു സ്വസ്ഥത, ക്ഷീണിച്ചിരിക്കുന്നവനെ സ്വസ്ഥത കൊടുപ്പീൻ. ഇതാകുന്നു വിശ്രാമമെന്ന് അവൻ അവരോട് അരുളിച്ചെയ്ത് जिनसे उसने कहा विश्राम इसी से मिलेगा, इसी के द्वारा थके हुओं को विश्राम दो, परंतु उन्होंने सुनना ना चाहा. പഴയ നിയമത്തിൽ ദൈവം ഒളിപ്പിച്ചു വെച്ച ഒരു വാക്യമാണ്. അന്യഭാഷയോട് വിക്കി വിക്കി സംസാരിക്കുന്ന ഒരു ജനത്തോടും ഒരു അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തികളോടും ഞാൻ നിങ്ങളോട് സംസാരിക്കും. ये पुराने नियम में अन्य भाषाओं की बोली के बारे में एक रेफरेंस जैसा दिया गया है, जो कि प्रकट रूप से नहीं दिया गया है, परंतु आप इसको समझ सकते हैं कि ये अन्य भाषाओं के बारे में ही यहाँ पर बताया गया है. ദൈവം തന്റെ പ്രവാചകന്മാരെ അയച്ച് അവർക്കറിയാവുന്ന ഭാഷയിൽ അവർ ദൈവത്തിന്റെ വചനം കേൾക്കാത്തത് കൊണ്ടും അവർ മറുതലിച്ചത് കൊണ്ടും ദൈവം അസിറിയക്കാരെ ദൈവമായി അവരുടെ മധ്യത്തിലേക്ക് അയച്ച് അവർ അന്യഭാഷകളിൽ വിക്കി വിക്കി ഈ യഹൂദന്മാർക്ക് അതൊന്നും തിരിച്ചറിയുവാൻ കഴിയാത്തൊരു ഭാഷയിൽ ദൈവത്തിന്റെ ന്യായവിധികൾ ദൈവം തുറന്നുവിടുമെന്ന് പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. हालेलुया. यहाँ भविष्यवक्ता अन्य भाषाओं के बारे में ही कह रहे हैं कि परमेश्वर के लोगों को ऐसी भाषाओं में परमेश्वर संदेश को दूसरी जाति के लोगों के द्वारा भेज रहे हैं, जो इनको समझ में नहीं आता, पर अन्य भाषाओं में इनको इनके लिए वो बोला जा रहा है. അവിടെ പറയുന്ന 12-ാം വാക്യത്തിൽ പറയുന്നത് ഈ ഭാഷ എന്ത് ചെയ്യും? അത് നമുക്ക് റിഫ്രഷിംഗ്. ഇറ്റ് ഈസ് റിഫ്രഷിംഗ് ആൻഡ് റെസ്റ്റ് ടു യു. 12वां वचन कहता है विश्राम इसी से मिलेगा, इसी के द्वारा थके हुओं को विश्राम दो. അപ്പോൾ അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആഴമായ ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്കും സമാധാനത്തിലേക്കും ആനന്ദത്തിലേക്കും റിഫ്രഷിംഗിലേക്കും റെസ്റ്റിലേക്കും നമ്മുടെ ആത്മാവ് ദേഹം പ്രവേശിക്കുകയാണ്. जब हम सच्ची अन्य भाषाओं में हम बात करते हैं, परमेश्वर से बातचीत करते हैं, आराधना करते हैं, तो वो बहुत बड़ा विश्राम हमारे शरीर में, हमारे मन में और हमारी आत्मा में लेकर के आता है. അതൊരു വെൽനെസ് ലാംഗ്വേജ് ആണ്. നമുക്ക് വെൽനെസ്സും ഹോൾനെസ്സും കൊണ്ടുവരുന്ന ആരോഗ്യം കൊണ്ടുവരുന്ന ഒരു ഭാഷയാണ് അന്യഭാഷ. वो बिल्कुल ऐसी एक भाषा है जो सेहत को लेकर के आता है. वो हमें फलवंत बनाता है, हमारे शरीर में, हमारे मन में और हमारी आत्मा में. वो बहुत है सेहत को लेकर. നമ്മുടെ ആരോഗ്യത്തിന് ഭയങ്കര നല്ല ഒരു മരുന്നാണ്, ഔഷധമാണ് അന്യഭാഷകൾ സംസാരിക്കുന്നത്. ये बहुत अच्छा मेडिसिन है, दवाई है, जो हमारे पूरे शरीर के लिए ये काम करता है. ഭയങ്കര സ്ട്രെസ്സിലാണ് നാം, ഭയങ്കര ഭാരമാണ്, ഭയങ്കര വിഷമാണ്, ദുഃഖമാണ്, ഭയമാണ്, വ്യത്യസ്തമായ വികാരങ്ങൾ സ്ട്രെസ് കൊണ്ടുവരുന്നു. അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവം എന്താ ഒരു ആരോഗ്യം, അതിനെ വെല്ലുവാൻ, അതിനെ ഡീസ്ട്രെസ് ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു മരുന്ന് തുറന്നു വിടുകയാണ്, ഒരു ബാം തുറന്നു വിടുകയാണ്. अन्य भाषाओं में बात करना केवल एक आत्मिक सच्चाई ही नहीं, केवल आत्मा के अंदर बंद रहने वाली बात नहीं, परंतु वो हमारे मन में हमको जो टेंशन होता है, जो स्ट्रेस होता है, किसी ने कुछ हमको बोल दिया, उस कारण से हम डाउन हो जाते हैं, हमारे शरीर में बीमारी आ जाती है, तकलीफें आ जाती हैं, ये सब चीजों को दूर कर कर बहुत ही सुख, बहुत ही विश्राम दिलाने वाला एक भाषा है भी है. എത്രയോ അനുഭവങ്ങൾ
മാരാ രോഗങ്ങൾ പിടിച്ച് മരുന്നുകൾക്ക് ചികിത്സിക്കുവാൻ കഴിയാത്തതിന്റെ മധ്യത്തിൽ ദൈവവചന ധ്യാനവും അന്യഭാഷകളിൽ ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ, അന്യഭാഷകളിൽ നിന്ന് ആന്റി ക്യാൻസറിനെ തുരത്തുവാൻ, തകർക്കുവാൻ, വെല്ലുവാൻ, അതിനെ ഉരുക്കുവാൻ കഴിയുന്ന ദൈവശക്തിയുടെ പ്രഭാവം അത്ഭുത ഭാഷയിൽ, സൗഖ്യത്തിന്റെ ഭാഷയിൽ ദൈവം. कितनी गवाहियों को हमने सुना है, कितना एक्सपीरियंस ऐसा है जहां पर साधारण प्रार्थनाएं और दवाइयों से जो चीज ठीक नहीं होता है, कैंसर जैसी भी बीमारियां जो अन्य भाषाओं में बात करने के द्वारा एक दवाई बनकर, मेडिसिन बनकर लोगों के अंदर में प्रकट हो जाता है और उन्हें चंगा कर देता है। അതുകൊണ്ട് അന്യഭാഷകൾ അതൊരു പ്രാർത്ഥനയുടെ ഭാഷയാണ്. अन्य भाषा वो एक प्रार्थना का भाषा है, അതൊരു സൂപ്പർ നാച്ചുറൽ ഹെവൻലി ഡിവൈൻ ലാംഗ്വേജ് ആണ്, പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്. पवित्र आत्मा ने वरदान दिया है, हमें तोहफा दिया है ताकि हम उसके द्वारा परमेश्वर के करीब आ जाएं। അതൊരു പവർ അതോറിറ്റി ലാംഗ്വേജ് ആണ്. उसमें सामर्थ है, उसमें अधिकार है, അതൊരു മിറക്കിൾ ലാംഗ്വേജ് ആണ്. उसमें चिन्ह और चमत्कार है। അത് ബ്രേക്ക് ത്രൂ, മുറിച്ചു കടക്കുവാൻ, സാഹചര്യങ്ങളെ തകർക്കുവാൻ കഴിയുന്ന वो ഒരു कई ബ്രേക്ക് ത്രൂ ലാംഗ്വേജ്. कठिनाइयों को और परिस्थितियों को भेद कर आगे बढ़ने वाला भाषा, അത് രൂപാന്തരം കൊണ്ടുവരുന്ന ട്രാൻസ്ഫോർമേറ്റീവ് ലാംഗ്വേജ് वो ആണ്. लोगों की जिंदगी में गहरे बदलाव को लेकर के आने वाली भाषा, അത് സൃഷ്ടിക്കുന്ന ദൈവ പ്രവർത്തികളെ ചെയ്യുന്ന ഒരു ക്രിയേറ്റീവ് ലാംഗ്വേജ് ആണ്. वो परमेश्वर के कामों को उत्पन्न करने वाला, स्वर्गीय चीजों को पृथ्वी पर जन्म देने वाला भाषा, അതൊരു വിക്ടറി സക്സസ് ലാംഗ്വേജ് ആണ്. वो हमें जयवंत बनाने वाली भाषा है। അത് നമ്മെ അഭിവൃദ്ധിപ്പെടുത്തുന്ന, അനുഗ്രഹിക്കുന്ന പ്രോസ്പെരിറ്റി ആൻഡ് ബ്ലെസ്സിംഗ് ലാംഗ്വേജ് ആണ്. वो हर तरह से हमें आशीषित कर कर, फलवंत बनाकर आगे बढ़ाने वाली അത് भाषा, നമുക്ക് ആനന്ദം നൽകുന്ന ആനന്ദത്തിന്റെ ये ലാംഗ്വേജ് हमें ആണ്. खुशी की भरपूरी से, आनंद की भरपूरी से, भरपूरी में लेकर के आने वाली भाषा, അത് നമുക്ക് ഉന്നതിയും ഉയർച്ചയും നൽകുന്ന ഒരു वो ഭാഷയാണ്. हमें जिंदगी में ऊंचा उठाने वाला भाषा അത് है। വെളിപ്പാടുകളുടെ ഭാഷയാണ്. ये हमें परमेश्वर के रेवलेशन को लेकर അത് के आता है। ജ്ഞാനം പരിജ്ഞാനത്തിന്റെ ഭാഷയാണ്. ये परमेश्वर के ज्ञान को हमें प्रदान അത് करने वाली സ്നേഹത്തിന്റെ भाषा है। ഭാഷയാണ്. ये परमेश्वर के प्रेम की भाषा है। ആഴമായ ദൈവശക്തിയുടെ ഭാഷയാണ്. ये परमेश्वर के अद्भुत सामर्थ की भाषा അത് है। പ്രസൻസിന്റെ ഭാഷയാണ്. ये परमेश्वर के उपस्थिति की भाषा है। ഹല്ലേലൂയ. ആ हालेलुया। കരം ഒന്ന് വീശി നമുക്ക് ദൈവത്തെ हम നന്ദി अपने പറയാം. हाथों को उठाएंगे, हालेलुया, അപ്പോൾ ഇപ്പോൾ കേട്ടതെല്ലാം, धन्यवाद करेंगे परमेश्वर को। ഇപ്പോൾ നാം കേട്ടതെല്ലാം പേഴ്സണൽ പ്രൈവറ്റ് ടങ്ങുകളിൽ ദൈവം വെച്ചിരിക്കുന്ന നന്മകളാണ്. ये हर चीज जो हमने सुना, ये व्यक्तिगत रूप से हमारी जिंदगी में होने वाली बातों को हमने सुना। വ്യക്തിപരമായി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ അന്യഭാഷയിൽ നാം വിശ്വസ്തരാണെങ്കിൽ परमेश्वर ദൈവം ने जो അടുത്ത നിലവാരങ്ങളിലേക്ക് അത് ഒന്നിനെ അതൊരു പബ്ലിക് ടങ്ങിന്റെ ഒരു ഡിമെൻഷനിലേക്ക് വെളിപ്പെടും. परमेश्वर ने जो व्यक्तिगत रूप से जो अन्य भाषाएं हमें दी हैं, अगर हम उसमें विश्वास योग्यता को दर्शाएंगे तो परमेश्वर हमें पब्लिक टंग्स, या जब हम एक साथ मिलकर सभा में आते हैं तो उस समय प्रदर्शित करने वाली भाषाओं में बदलाव परमेश्वर देंगे। ആത്മാഭിഷേകം പ്രാപിച്ച് നമുക്ക് ലഭിക്കുന്ന അന്യഭാഷകളെ ഗ്രീക്ക് ഭാഷയിൽ ഡോറിയ ഗിഫ്റ്റ് എന്നാണ് പറയുന്നത്. जो व्यक्तिगत रूप से परमेश्वर हमें अन्य भाषाओं को प्रदान करते हैं उसको डोरिया कहते हैं। പക്ഷെ 1 കൊരിന്ത്യർ 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഉണ്ടായിരിക്കുന്ന വിവിധതരം അന്യഭാഷകൾക്ക് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദമാണ് കരിസ്മ ലാംഗ്വേജ്, കരിസ്മ ഗിഫ്റ്റുകൾ. पहले कुरिन्थियों की पुस्तक 12वें अध्याय में जब पौलुस प्रेरित ने अन्य भाषाओं की शिक्षा दी तो उन्होंने एक विभिन्न तरह के अन्य भाषाओं के बारे में भी सीख दी जिसको करिश्मा के नाम से बताया गया है। ഡോറിയ ഗിഫ്റ്റും കരിസ്മ ഗിഫ്റ്റും, ये अन्य भाषाओं के बारे में ही डोरिया और करिश्मा, ര- इन दोनों रीतियों से इसके बारे में सिखाया രണ്ടും गया है। രണ്ടാണ്. ये दोनों अलग अलग चीज हैं, പക്ഷേ പേഴ്സണൽ ടങ് നമ്മളെ പബ്ലിക് ടങ്സിലേക്ക് വഴി നടത്തും. लेकिन जो व्यक्तिगत रूप से जो अन्य भाषाएं हमें दी गई हैं वो हमें जो है सभा में जो अन्य भाषाएं प्रदान करनी है उसके लिए हमारे लिए रास्ता खोलती വരും है। ദിവസങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പഠിക്കാം. आने वाले दिनों में ऐसी बातों पर भी हम ध्यान ദൈവത്തിന്റെ देंगे। പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ആമേൻ, ഈ ആത്മമഴയിൽ ആമേൻ. ഹല്ലേലൂയ. ഞാൻ തിരിച്ചറിയുന്നത് ദൈവം ഹല്ലേലൂയ പബ്ലിക് ടങ്ങിനെ റിസ്റ്റോർ आमेन, ചെയ്യുകയാണ്. मैं ऐसा समझता हूं कि
इन दिनों में प्रत्येक रूप से पवित्र आत्मा की बारिश के बारे में, नए वरदानों के बारे में जो हम सीख रहे हैं, तो मैं ये भी समझता हूं कि परमेश्वर अन्य भाषाओं की स्तर को बदलना चाहते हैं। Personal जब हम tongue- एक Personal tongues edify the individual believer, but public tongues edify the church. व्यक्तिगत रूप से जो अन्य भाषा हम कहते हैं वो एक व्यक्ति के लिए है, परंतु ये जो पब्लिक टंग है वो एक कलीसिया में उन्नति लेकर के आती है। മിഷണറി ലാംഗ്വേജുകൾ, ദൂതന്മാരുടെ ലാംഗ്വേജുകൾ, പ്രൊഫറ്റിക് ടങ്ങുകൾ, ആ തലങ്ങളൊക്കെ സ്തോത്രം ഹല്ലേലൂയ അടുത്ത ആ നിലവാരങ്ങൾ നമുക്ക് അതെല്ലാം कई പഠിച്ച് तरह की भाषाएं, अन्य भाषाओं में कई तरह की भाषाओं के बारे में बताया गया है, जिसकी सीख किसी समय हम एक साथ मिलकर लेंगे। നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. हम एक साथ प्रभु की उपस्थिति में खड़े ഇന്ന് हो जाएं। പകൽക്കാലം അന്യഭാഷയുടെ അവർണ്ണനീയമായ ആ നന്മയെക്കുറിച്ചും ദൈവശക്തിയെക്കുറിച്ചും ദൈവം നിഗൂഢമാക്കി വെച്ചിരിക്കുന്ന ആ മർമ്മത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചതും പഠിച്ചതും. आज सुबह हम वचन सुन रहे थे, क्या सुन रहे थे हम, कि परमेश्वर ने हमें, पवित्र आत्मा ने एक बहुत अद्भुत तोहफा दिया है जो कि अन्य भाषा है और उसके अंदर अद्भुत सामर्थ्य छुपा हुआ है। ഹല്ലേലൂയ. हालेलुया। പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചു വരുന്ന കൈ പൊക്കണമേ. ऐसे कितने लोग हैं जिन्होंने पवित्र आत्मा के अभिषेक को प्राप्त किया है? अन्य भाषा अपने संसार- हाथों को उठाएं। അന്യഭാഷകൾ പ്രാപിച്ചവർ കൈ പൊക്കണമേ. जितने लोग अन्य भाषा को प्राप्त किए हैं ऐसे लोग अपने हाथों को उठाएं। അന്യഭാഷ പ്രാപിക്കാത്തവർ, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കാത്തവരല്ല, ഈ ദിവസങ്ങളിൽ നിങ്ങളത് പ്രാപിക്കുവാനുള്ള വേദികൾ ഒരുങ്ങുകയാണ്. ऐसे लोग, ऐसे विश्वासी लोग जो आज तक अन्य भाषाओं में प्रार्थना नहीं कर पा रहे हैं, आज के इन दिनों में अपने आत्मा को आप और खोलिए। അപ്പോൾ അന്യഭാഷകളിൽ വലിയ ദൈവശക്തി ഒളിഞ്ഞു കിടക്കുകയാണ്. अन्य भाषाओं में अद्भुत सामर्थ्य छिपा है। ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് വർക്ക് ചെയ്യുന്നത് പോലെയാണ് ദൈവം അന്യഭാഷകളുടെ ആ മഹത്വത്തെയും മർമ്മത്തെയും ഒളിപ്പിച്ചു एक വെച്ചിരിക്കുന്നത്. हाइड्रो इलेक्ट्रिक प्लांट जैसा कि पानी में से जो इलेक्ट्रिसिटी को, बिजली को उत्पन्न किया जाता है, उसी तरह का कुछ मैकेनिज्म अन्य भाषाओं को देने में परमेश्वर ने हमारे ആ अंदर വീഡിയോ ഒന്ന് स्थापित കാണാം. किया है। മനുഷ്യൻ ഇതിനെ एक वीडियो देखेंगे हम, ഹല്ലേലൂയ, ध्यान ഒരു देंगे। വലിയ നദിയാണ്. ഈ നദിയെ മനുഷ്യൻ ഡാം കെട്ടി ഒരു വലിയ റിസർവോയറായി ഇതിനെ സംഗ്രഹിച്ച് ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. आप इस वीडियो में ध्यान दीजिए, हम ऐसा ही करते हैं कि पानी को हम डैम में एक साथ जुटाकर उसमें से हम बिजली को उत्पन्न करने की प्रक्रिया हम करते हैं। വലിയ നദികളാണ്, പക്ഷെ ഒരു ഡാമിന്റെ ഉള്ളിലേക്ക് അത് ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. ये बहुत बड़ी बड़ी नदियां हैं, लेकिन इसकी शक्ति को कुछ और शक्ति में बदलने के लिए इसके बीच में कुछ कार्यक्रम किया जाता है। പിന്നെ ഈ വലിയ നദികൾ, വലിയ ഫോഴ്സിൽ ഒഴുകുന്ന ഈ നദി, ഈ വെള്ളം ഒരു ടർബൈനിൽ പോയി അത് വീഴുകയാണ്. ये जो पानी जो नदी में है वो बहुत शक्ति से बहता है, उसको एक प्रत्येक रूप से जो है उसको बिजली में बनाने के लिए कुछ किया जाता है। ആ ടർബൈനിൽ ഇത് വീഴുമ്പോൾ അത് ഇലക്ട്രിക് എനർജിയായി ഒരു ജനറേറ്ററിലേക്ക് അതിനെ ഉത്ഭവിപ്പിക്കുകയാണ്. ये पानी है, लेकिन इसको बिजली में बदलने के लिए इसके बीच में कुछ प्रबंध ऐसा भी किया गया है कि वो एक टरबाइन से गुजरता है, जब ये किसी और शक्ति में बदल जाता है जिसका हम उपयोग करते हैं। കൈനറ്റിക് എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറുകയാണ്. അത് ഒരു ദേശത്തെ കത്തിക്കുവാൻ, അത് ദേശത്തിന് ലൈറ്റ് കൊടുക്കുവാൻ, അത് ദേശത്തിൽ അവിടുത്തെ ഇലക്ട്രിസിറ്റിയെ പ്രദാനം ചെയ്യുവാൻ ഒരു ശക്തമായ ഒരു ട്രാൻസ്ഫർ, ഒരു രൂപാന്തരം സംഭവിക്കുകയാണ്. नदी की उस शक्ति को, पानी की उस शक्ति को बिजली में बदल दिया जाता है, जो कि पूरे शहर को, प्रांतों को पूरा उजियारा लेकर के आने में और कई तरह से जो है उस इलेक्ट्रिसिटी का उपयोग किया जाता है। നദി ശക്തി ഉള്ളതാണ്, പക്ഷേ അത് ഡാമിന്റെ ഉള്ളിൽ മാത്രം കിടന്നാൽ പിന്നെ അതിൽ വലിയ പ്രയോജനമില്ല. ये नदी में बहुत शक्ति है, लेकिन अगर उसको डैम में पानी बनाकर केवल एक जगह रख दिया जाए तो उससे किसी भी व्यक्ति का कोई भी जो है उपयोग नहीं പക്ഷേ है। ആ വെള്ളം ടർബൈനിൽ വീഴണം. लेकिन वो पानी जो है वो टरबाइन में गिरना है। ടർബൈനിൽ വീഴുമ്പോൾ അത് വൈദ്യുതിയായി മാറുന്നു.
एक कुछ ऐसा प्रबंध वहां पर किया गया है जिसके द्वारा ये पानी में जो शक्ति है ये बिजली में बदल जाती है। അന്യഭാഷകളും അതുപോലെയാണ് ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. अन्य भाषा भी हमारी आत्मा में इसी तरह का एक वरदान ഒരു है। രഹസ്യമാണ്, ഒരു മർമ്മമാണ്. ये एक मर्म है लेकिन इसके अंदर अद्भुत सामर्थ्य छुपा हुआ നമ്മുടെ है। മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, അഭിഷേകം പ്രാപിക്കുമ്പോൾ ജീവജലത്തിന്റെ നദികൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകുവാൻ തുടങ്ങും. जब हम पवित्र आत्मा को पाते हैं तो पवित्र आत्मा जो कि जीवन की नदी के रूप में हमारी आत्मा में आ जाती है। നദികൾ ഉള്ളിൽ കിടന്നാൽ അതിന് ലിമിറ്റഡ് പ്രയോജനമേ लेकिन ഉള്ളൂ. हमारे अंदर में अगर वो पड़ी रहे तो इससे किसी को भी कोई गुण नहीं मिलता പക്ഷേ है। ഈ അന്യഭാഷകൾ നമ്മുടെ നാവിലൂടെ, ഹല്ലേലൂയ. നമ്മുടെ ടർബൈനിലൂടെ അത് ഹല്ലേലൂയ. ചലിക്കുമ്പോൾ ഹല്ലേലൂയ. लेकिन हमारा जीव जो कि टरबाइन के समान है, ये अन्य भाषाएं जब हमारे जीवों में आ जाती है तो ये किसी और तरह की शक्ति में बन जाती है। जैसे पानी बिजली बन गया उस तरह से ये परमेश्वर के हाथों में बिल्कुल अद्भुत सामर्थी चीज बन जाता है। അത് ദൈവത്തിന്റെ സ്പിരിച്വൽ പവറായി മാറുകയാണ്. वो परमेश्वर के लिए एक सामर्थ्य बन जाता അത് है ഹെവൻലി പവറായി മാറുകയാണ്. जो परमेश्वर अपने राज्य की उन्नति के लिए उपयोग करे। അത് സൂപ്പർ നാച്ചുറൽ പവറായി മാറുകയാണ്. वो परमेश्वर के लिए सामर्थ्य का कुछ बन जाता है। ഏത് വിഷയത്തെയും വെല്ലുവാൻ അത് ദൈവ ശക്തിയായി മാറുകയാണ്. किसी भी विषय में वो परमेश्वर का सामर्थ्य बन जाता है। ഒരു മന്ത്രവാദിക്ക്, ഒരു അവിചാരം ചെയ്യുന്ന ഒരു പൈശാചിക മണ്ഡലത്തിനും അത് എതിർത്ത് നിൽക്കുവാൻ കഴിയാത്ത ഒരു ശക്തിയായി कोई भी खड़ा ना हो पाए इस तरह का अद्भुत सामर्थ्य उसमें आ जाता है। പക്ഷെ പലപ്പോഴും എന്താ ഹല്ലേലൂയ. സംഭവിക്കുന്നത്? ഹല്ലേലൂയ. വലിയ നദികൾ നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ അന്യഭാഷയിൽ സംസാരിക്കാത്തതുകൊണ്ട് ശക്തി പുറപ്പെടുന്നില്ല, അത് പ്രയോജനപ്പെടുന്നില്ല, ഹല്ലേലൂയ. അത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുന്നില്ല, ഹല്ലേലൂയ. ജീവിതങ്ങളെ സ്പർശിക്കുന്നില്ല. हालेलुया ഹല്ലേലൂയ. हालेलुया हालेलुया। लेकिन कई बार ये अन्य भाषाएं हमारे अंदर परमेश्वर देते हैं परंतु इसका उपयोग ना करने के कारण ये किसी को भी, ना हमें ना दूसरों को, इस सामर्थ्य से कोई भी इसका उपयोग नहीं मिलता। നമുക്ക് മസിലുകളുണ്ട്, പക്ഷേ ഈ മസിൽ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഹല്ലേലൂയ. വലിയ വെയിറ്റുകൾ ലിഫ്റ്റ് ചെയ്യുവാൻ കഴിയുകയില്ല. जिस तरह से हम बड़े वेट को नहीं उठा पाएंगे अगर हम अपने मसिल का पावर ना बढ़ाएं तो। ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമ്മുടെ Thank കരങ്ങൾ you, അടിച്ച് Jesus. നമുക്ക് ദൈവത്തെ നന്ദി പറയാം. Hallelujah.